Morning. Good morning, ma'am. Good morning. Good morning, Good morning, ma'am. Good morning, ma'am. Morning, ma'am. Good morning, all. നമ്മള് സ്കൂൾ മാനേജ്മെന്റ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കാര്യങ്ങൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലാസ് റൂം മാനേജ്മെന്റ്, പ്രിമൈസസ് ആൻഡ് ബിൽഡിംഗ് മെയിന്റനൻസ്, ഓഫീസ് മെയിന്റനൻസ്, ക്യാൻവാസിംഗ് ആൻഡ് പ്രൊപ്പഗൻഡാസ്, ഡിസിപ്ലിൻ മെയിന്റനൻസ്, പാർട്ട് ടൈം ഫംഗ്ഷൻ ആൻഡ് മീറ്റിംഗ്, കമ്മ്യൂണിക്കേഷൻ, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. ഓക്കെ. ദെൻ അടുത്തൊരു പാരഗ്രാഫില് പറയുന്നത്, എല്ലാവർക്കും ക്ലിയർ ആവുന്നുണ്ടല്ലോ? സൗണ്ട് ഒക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. Yes, ma'am. ഞാൻ ചോദിക്കുന്ന ആളുകൾ പറയണം കേട്ടോ. ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള ഒരു പാരഗ്രാഫിൽ പറയുന്നത്, സ്റ്റാൻഡേർഡ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത് അവർക്ക് എന്താ പറയാ, സ്കൂളിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു അധികാരം കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം സ്കൂളിനെ കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഹെഡായിട്ട് പ്രവർത്തിക്കുന്നത് അവിടെയുള്ള പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ ആയിരിക്കും അല്ലെ. അവരുടെ നിയന്ത്രണത്തിലായിരിക്കും ആ ഒരു സ്കൂള് പോകുന്നത്. അപ്പൊ അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാത്രം നമ്മൾ സ്കൂൾ മാനേജ്മെന്റിനെ കാണരുത്. എല്ലാ ടീച്ചേഴ്സിനും ഇപ്പൊ ഒരാൾക്ക് തന്നെ അല്ലെങ്കിൽ എല്ലാവർക്കും നമുക്ക് ഇന്ന ജോലി ഉണ്ടെന്നും പറഞ്ഞ് നമുക്ക് കൂടുതൽ അധികാരങ്ങളും അല്ലെങ്കിൽ നിയന്ത്രണങ്ങളൊന്നും കൊടുക്കാനായിട്ട് സാധിക്കില്ല. അത് ഒരാൾക്ക് മാത്രമാണ് മാനേജ്മെന്റ് കൊടുക്കുന്നത്. എന്നിരുന്നാലും കൂടി നമ്മൾ എന്ത് ചെയ്യാം, ഒരാളുടെ മാത്രം ഉത്തരവാദിത്വമാണ്. എന്റെ സ്കൂളിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്നത് പ്രിൻസിപ്പാൾ ആണെന്ന് കരുതി എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ അവിടെ നിന്ന് മാറി നിൽക്കാനായിട്ട് പാടില്ല. എല്ലാവരും അവരവരുടെ ജോലികളിൽ അല്ലെങ്കിൽ ആ സ്കൂളിന്റെ പ്രവർത്തനത്തില് പങ്കാളികളാകുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഒരാൾക്കാണ് നിയന്ത്രണം അല്ലെങ്കിൽ കൺട്രോൾ എന്ന് കരുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, മാറി നിൽക്കാനായിട്ട് പാടുള്ളതല്ല. നമ്മൾ അവരെ സ്കൂളിലെ പ്രിൻസിപ്പൾ ഉണ്ടെങ്കിൽ ആയിട്ടുള്ള റജിത എന്താ പറഞ്ഞേ? മിസ്, ഞാൻ സംസാരിക്കുന്നത് അവിടെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ആ പറ്റുന്നുണ്ട്, പറഞ്ഞോളൂ. എനിക്ക് ഇന്നലെ മിനിഞ്ഞാന്നൊന്നും എനിക്കിത് ഡൗട്ട് ചോദിക്കാനോ ഒന്നിനും പറ്റുണ്ടായിരുന്നില്ലായിരുന്നു ക്ലാസ്സിൽ കയറി കഴിഞ്ഞപ്പോ. അപ്പൊ അതുകൊണ്ടാ ഞാൻ എന്റെ വാട്സപ്പ് ഒന്ന് കട്ടായി പോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും റീ ചെയ്തേക്കുന്നതാ. ഞാൻ ഇന്നലെ ചോദിച്ചപ്പോഴൊന്നും മിസ് അതിന് മറുപടി ഒന്നും പറഞ്ഞില്ലായിരുന്നു ഇന്നലെ. അപ്പൊ എനിക്ക് കേറിയിട്ടാണെന്ന് പറഞ്ഞു, ഞാനിങ്ങനെ ഒരാളുണ്ടെന്ന് പോലും അറിയാൻ പറ്റുന്നില്ല എന്നാണ് എല്ലാരും പറഞ്ഞത്. എന്താ ഡൗട്ട് ചോദിക്കുന്നതായിട്ട് കേട്ടില്ല. ഇന്നലെ ഞാൻ ചോദിച്ചായിരുന്നു, പക്ഷെ അപ്പോഴൊന്നും മിസ് അത് കേൾക്കണുണ്ടായില്ല. അപ്പൊ ഞാൻ കരുതി ഇനിയിപ്പോ കേൾക്കണില്ലായിരിക്കും, എന്താണെന്ന് അറിഞ്ഞില്ല, എന്റെ ഫോണിന്റെ കുഴപ്പമാണോ എന്നൊന്നും അറിയില്ല. അതുകൊണ്ട് റജിത പറഞ്ഞത് ഇന്നലെ കേട്ടില്ല കേട്ടോ. ശരി മിസ്. എന്തായിരുന്നു ഡൗട്ട്? എന്തായിരുന്നു? എല്ലാ പോർഷനില് കുറച്ച് പറഞ്ഞു തന്നു കഴിഞ്ഞ് അതായിരുന്നു ഞാൻ ചോദിച്ചത്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് കുറച്ച് പറഞ്ഞല്ലോ, അതിനകത്ത് ഇടയ്ക്ക് ഞാൻ കേൾക്കാൻ വിട്ടുപോയത് ഞാൻ ചോദിച്ചതായിരുന്നു. ആണല്ലേ? ഹലോ, ഇന്നലത്തെ റെക്കോർഡ് ക്ലാസ് ഓക്കെ. അപ്പൊ മനസ്സിലാവും. ഹലോ മാം, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. എന്നെ ഇതിലൊരു ഗ്രൂപ്പ് സ്റ്റുഡൻസിന്റെ വേറൊരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിൽ എന്നെ ആഡ് ചെയ്തിട്ടില്ല. അപ്പൊ ഒന്ന് ആഡ് ചെയ്യാനായിട്ട് ആരാണെന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു, ഇതുവരെ എന്നെ ആഡ് ആക്കിയിട്ടില്ല.
ഒന്ന് ആരാണെങ്കിൽ ഒന്ന് ആഡ് ചെയ്യും. ആഡ് ചെയ്യട്ടോ. ആരാണ് ഗ്രൂപ്പ് അഡ്മിൻ? ആരാണ് എന്നൊക്കെ ആരെങ്കിലും ഉണ്ടോ? യെസ് മാം, ഞാൻ നമ്പർ ഇട്ടിട്ട് ആ നമ്പറിലേക്ക് വിളിക്കാൻ പറഞ്ഞാൽ മതി. അന്നായിരോടെ അടുത്ത് അന്നാറോയ്. എന്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മെസ്സേജ് വിളിക്കോ ചെയ്താൽ മതി. നമ്പർ സഹദൂരിയുടെ നമ്പർ ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അന്ന അതൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ. ഇനി ആർക്കെങ്കിലും ആഡ് ചെയ്യാൻ അങ്ങനെയുള്ള എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ? ഇല്ല. ഓക്കെ. ഒരു സെക്കൻഡ് കേട്ടോ. ഓക്കെ, നമുക്ക് തിരികെ വരാം. അപ്പൊ ഞാൻ പറഞ്ഞത്, ഒരാൾക്ക് തന്നെ കൺട്രോൾ കൊടുത്തിട്ടുണ്ടെങ്കിലും എല്ലാവരും സ്കൂൾ മാനേജ്മെന്റിന്റെ പ്രവർത്തനത്തിന് പങ്കാളികളാകുക അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, എല്ലാ ടീച്ചേഴ്സും. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും സ്കൂളിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഒരു ടീം വർക്ക് ആയിട്ട് ചെയ്യുക. ടീം വർക്ക് എന്ന് പറഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക്, ഗ്രൂപ്പായിട്ട് ചെയ്യുക. അതായത് അന്യോന്യം എന്താ പറയാ, പരദൂഷണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി, അല്ലെങ്കിൽ കുശലാന്വേഷണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് എന്താണോ നമുക്ക് തന്നിരിക്കുന്ന ജോലി അതൊരു ടീം വർക്കായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ചില സ്കൂളിലൊക്കെ കാണാം ഈ ടീച്ചേഴ്സ് ഈ പ്രോഗ്രാമിന്റെ ഒക്കെ സമയത്ത് ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട്, ഇപ്പോഴും അതൊക്കെ കാണണം കേട്ടോ. ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് ആ പ്രോഗ്രാംസ് ഒക്കെ ഒരുമിച്ചിരുന്ന് കോർഡിനേറ്റ് ചെയ്യണതൊക്കെ കാണാം. ഓരോ ഫംഗ്ഷനും വേറെ വേറെ ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ നിക്കണൊക്കെ കാണാം. ഇപ്പോഴാണ് അത് കൂടുതലായിട്ട് കാണുന്നത് അല്ലേ? അത് നമുക്ക് ടീം വർക്കിന്റെ ഭാഗമാണെന്ന് പറയാം. ഡ്രസ് കോഡൊക്കെ ഒരേപോലെ തന്നെ ഉപയോഗിച്ചിട്ട് ഒരേ കാര്യങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ടീം വർക്കിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. കൂട്ടായ പ്രവർത്തനമാണ്. എന്തെങ്കിലും ജോലി കൊടുത്തു കഴിഞ്ഞാൽ അത് ഡിവൈഡ് ചെയ്തിട്ട് അത് എന്താ പറയാ, ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ ചെയ്യുക എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആണ്.
അതിപ്പോ നമ്മുടെ സ്കൂളുകളിലൊക്കെ കണ്ടുവരുന്നുണ്ട്. മുമ്പത്തേക്കാളും ഉപരി. മുമ്പൊന്നും പറഞ്ഞാൽ ഇങ്ങനെയൊന്നും ഉണ്ടാവുമായിരുന്നില്ല. അതായത് ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള ജോലികളോ അല്ലെങ്കിൽ അവര് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും ഇത് ചെയ്യുക. പക്ഷെ ഇപ്പൊ ഒരു ടീം വർക്ക് ആയിട്ടാണ് എല്ലാവരും. ചില കുട്ടികളും ഇതിൽ ഇൻക്ലൂഡഡ് ആവുന്നുണ്ട്. ടീച്ചേഴ്സ് മാത്രമല്ല, ചില കുട്ടികളെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഇവർ എന്ത് ചെയ്യുക, ഈ ഒരു ഗ്രൂപ്പ് വർക്ക് ആനുവൽ ഡേ ഒക്കെ നടത്തുമ്പോ ടീച്ചേഴ്സിന് തന്നെ കുറച്ച് ഗ്രൂപ്പ് ആക്കും. റിസപ്ഷനില് അങ്ങനെ ഓരോ ഏരിയയില് ഓരോ ടീച്ചേഴ്സ് കുറച്ച് ഗ്രൂപ്പായിട്ട്. അതില് നമ്മുടെ സ്കൂളത്തെ പിള്ളേരും കൂടി അതിൽ ഉൾപ്പെടും ഇതേപോലെ ടീമില്. അപ്പൊ അവരെല്ലാവരും കൂടിയിട്ട് ഒരു ജോലി എല്ലാവരും കൂടി ചെയ്യുമ്പോ അതൊരു പ്രയാസമായിട്ട് ടീച്ചേഴ്സിനും തോന്നില്ല, പിള്ളേർക്കും തോന്നില്ല. അങ്ങനെയുള്ളൊരു ഇതാണ്. ശരിയാണ്. അവര് മടുപ്പ് തോന്നില്ല, കൂടുതൽ എൻജോയ് ചെയ്തിട്ടായിരിക്കും അവര് ജോലി ചെയ്യുക. ഓക്കെ. അതുപോലെ തന്നെ സ്കൂളില് ടീച്ചർമാർക്ക് നമ്മൾ വർക്ക് കൊടുക്കുമല്ലോ. അതായത് ഓരോരോ ജോലി കൊടുക്കുമ്പോൾ അവരുടെ കഴിവിനനുസരിച്ച് അല്ലെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോ ആനുവൽ ഡേ ഒക്കെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പോ ഡാൻസും അതുപോലെ തന്നെ പാട്ട്, അങ്ങനെയുള്ള പല പല കോമ്പറ്റീഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോ സ്കൂളില് സബ്ജക്ട് കൈകാര്യം ചെയ്യാനായിട്ട് എല്ലാ ടീച്ചേഴ്സിനും അറിയുന്നുണ്ടാകും. എന്നാൽ ഇപ്പൊ കുട്ടികളെ ഒന്ന് ഡാൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനോ അല്ലെങ്കിൽ സോങ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനോ ഡ്രാമ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനോ ഒക്കെ ഓരോ ടീച്ചേഴ്സിനെ സെലക്ട് ചെയ്യാറുണ്ട്. അപ്പോ ഡാൻസ് കൂടുതലായിട്ട് അറിയാവുന്ന ടീച്ചർമാര് അക്കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് പ്രിഫറൻസ് കൊടുക്കുക, അല്ലെങ്കിൽ അവർക്കൊരു പ്രയോറിറ്റി കൊടുക്കുക. അവരെ ആ കാര്യം ഏൽപ്പിക്കുക. കാരണം അവര് പഠിച്ചു വന്നിരുന്ന ഒരു കാലയളവിൽ അക്കാദമിക് ഇയറിൽ അവർ ചിലപ്പോൾ ഡാൻസിലൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് മികച്ച അവാർഡുകളും കാര്യങ്ങളും അച്ചീവ്മെന്റും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു സ്കില്ലുള്ള ടീച്ചർമാരെ അതിന് വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്യുക. കേട്ടോ, ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡാൻസിന് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ടീച്ചേഴ്സ് ആണെങ്കിൽ കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കാനായിട്ട് അവരെ ചുമതലപ്പെടുത്തുക. പാട്ടിനാണ് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ടീച്ചർമാരുള്ളതെങ്കിൽ പാട്ട് പഠിപ്പിക്കാനായിട്ട് അവരെ ചുമതലപ്പെടുത്തുക കുട്ടികളെ കൊണ്ട്. അതുപോലെ തന്നെ ഡ്രാമ പോലുള്ള കാര്യങ്ങൾക്കൊക്കെ മുമ്പ് മത്സരിച്ചിട്ടുള്ള ടീച്ചേഴ്സ് ആണെങ്കിൽ അവര് അതിന് വേണ്ടിയിട്ട് അവരെ പ്രവർത്തിപ്പിക്കാനായിട്ട് നോക്കുക. അപ്പോൾ ടീച്ചേഴ്സിന് നമ്മൾ ഓരോ കാര്യങ്ങൾ എക്സ്ട്രാ കാര്യങ്ങൾ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അവരുടെ ഇൻട്രസ്റ്റും കൂടി നമ്മൾ നോക്കുക. ഒരിക്കലും അടിച്ചേൽപ്പിക്കാനായിട്ട് നോക്കരുത്. അപ്പൊ അങ്ങനെയാണ് സ്കൂളിൽ ചെയ്യുന്നത്, അടിച്ചേൽപ്പിക്കല്ല ചെയ്യുന്നത്. അതായത് കഴിവുള്ള ടീച്ചർമാര് നമ്മൾ പറയുന്നതായിരിക്കും. അതായത് ടീച്ചേഴ്സിന്റെ മീറ്റിംഗിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ഇത് ചെയ്യാം അല്ലെങ്കിൽ ഇന്നത് ചെയ്യാമെന്ന് അവിടെ ചർച്ച ചെയ്യുമ്പോൾ ഈ ടീച്ചർ അതിനെ ചുമതലപ്പെടുത്താം. ടീച്ചർക്ക് അതിനകത്ത് നല്ല ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അല്ലെങ്കിൽ അതിനകത്ത് നല്ല കഴിവുണ്ടെന്ന് അവിടെ പറയുകയാണെങ്കിൽ ആ ടീച്ചർ തന്നെയാണ് അപ്പോയിന്റ് ചെയ്യുക. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ സ്കൂളുകളിൽ എന്ത് ചെയ്യുന്നത്, കുട്ടികളെ വളർത്തിയെടുക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ടീച്ചർമാരെയാണ് അതുമായിട്ട് എന്ത് ചെയ്യുന്നത്, അപ്പോയിന്റ് ചെയ്യുന്നത്. ഇപ്പൊ സ്കൂളിൽ എന്തെങ്കിലും നല്ല രീതിയിൽ ഒരു പേര് വന്നു കഴിഞ്ഞാല് അത് ഒരാളുടെ മാത്രം കഴിവുകൊണ്ടായിരിക്കില്ല സ്കൂള് നല്ല രീതിയിൽ വളരുക, അല്ലെ? എല്ലാവരുടെയും ഒരു ഹാർഡ് വർക്ക് കൊണ്ടായിരിക്കും ആ സ്കൂള് വളർന്നു വരുന്നത്. അതിപ്പോ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ഏതൊരു പ്രസ്ഥാനമാണെങ്കിലും ഒരു കമ്പനി ആണെങ്കിൽ കൂടിയും നമ്മളിപ്പോ ഫാമിലി എന്നൊക്കെ പറയില്ലേ, ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ ആ ഫാമിലിയിൽ ഒരാളുടെ മാത്രം സ്കില്ല് കൊണ്ടായിരിക്കില്ല അത് ഡെവലപ്പായി വരുന്നത്. ആ ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സിന്റെയും കൂട്ടായ പ്രവർത്തനം അല്ലെങ്കിൽ അവരുടെ കോപ്പറേഷൻ കൊണ്ടായിരിക്കും ആ ഫാമിലി നല്ല രീതിയിൽ വളർന്നു വരുന്നത്. അതുപോലെ തന്നെയാണ് സ്കൂളിലെ എല്ലാ സ്റ്റാഫുകളുടെയും അല്ലെങ്കിൽ എല്ലാ ടീച്ചേഴ്സിന്റെയും ഒത്തായിട്ടുള്ള പ്രവർത്തനം കൊണ്ടാണ് സ്കൂൾ നല്ല രീതിയിൽ വളർന്നു വരുന്നത്. അപ്പോ എന്തെങ്കിലും സ്കൂളിൽ എന്തെങ്കിലും ക്രെഡിറ്റോ കാര്യങ്ങളോ കിട്ടുമ്പോൾ ഇത് നമ്മുടെ സ്കൂളാണെന്ന് പറയാനായിട്ടുള്ള ത്വര നമുക്ക് ഉണ്ടാകണം. ഒറ്റയ്ക്കാണ് എന്റെ ഇതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത് അല്ലെങ്കിൽ എന്റെ മാത്രം ഇതുകൊണ്ടാണ് ആ സ്കൂളിൽ അത് കിട്ടിയത് അങ്ങനെ പറയാനായിട്ട് പാടില്ല. നമ്മുടെ എല്ലാം കൂട്ടായ പ്രവർത്തനം കൊണ്ടാണ് നമുക്ക് ഒരു അംഗീകാരം കിട്ടിയെന്ന് വേണം നമ്മൾ പറയാനായിട്ട്. അങ്ങനെയല്ലേ നിങ്ങൾ പറയാ, അല്ലെ? നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട്? എന്തെങ്കിലും അച്ചീവ്മെന്റോ കാര്യങ്ങളോ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്കൂളിലോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? എന്തെങ്കിലും ഇൻസിഡന്റ് ഒന്ന് പറയാമോ അഖില? എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടോ? അങ്ങനെ ഇൻസിഡന്റ് അല്ല മിസ്സേ, ഇതുപോലെ ടീം വർക്കായിട്ട് മിസ് പറഞ്ഞ പോലെ ഓരോ കഴിവിനനുസരിച്ചിട്ടുള്ള ടീച്ചേഴ്സിന് കൊടുക്കില്ലേ ഓരോ ഡ്യൂട്ടി, അത് അങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പാട്ട് പാടുന്നതാണെന്നുണ്ടെങ്കിൽ പ്രയർ അങ്ങനെയുള്ളതൊക്കെ അങ്ങനെ പാട്ട് പാടാൻ കഴിവുള്ള ടീച്ചേഴ്സിനൊക്കെ ഏൽപ്പിക്കുക, അങ്ങനെയുള്ള ഡാൻസിന്റെ കാര്യം അതൊക്കെ ഉണ്ടായിരുന്നു. ഡാൻസിന്റെ അത് പുറത്തുനിന്ന് ടീച്ചേഴ്സ് വേറെ പഠിപ്പിക്കാൻ വരുന്നുണ്ടെങ്കിൽ കൂടി നമുക്കതൊന്ന് ഒന്ന് നോക്കി നടത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാനോ ഒക്കെ അതിന് കഴിവുള്ള ടീച്ചേഴ്സിനെ ആയിരുന്നു നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്.
ഓക്കെ. സഹദൂനൊക്കെ എന്തെങ്കിലും പറയാനുണ്ടോ? സഹദൂന? ഞാൻ വർക്ക് ചെയ്തിട്ടില്ല, ഞാൻ ഇങ്ങനെ ഫ്രണ്ട്സിന്റെ ഒക്കെ കണ്ടിട്ടുള്ളതാ. എന്താ കണ്ടിട്ടുള്ളത്? എന്താണ് ഒരു അനുഭവം? എന്താണ് അനുഭവം എന്ന് പറയാനായിട്ട്? നമ്മൾ കേട്ടറിഞ്ഞ അനുഭവം ആയിരിക്കാം, അതായത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തെന്നില്ല. അതുപോലെ മിസ്സേ ടീച്ചേഴ്സ് ഡേയുടെ പരിപാടി നമ്മൾ ടീച്ചേഴ്സ് ആയിരിക്കും കുട്ടികൾക്ക് അങ്ങനെ ചെയ്തു കൊടുക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു ഡാൻസോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് ടീച്ചേഴ്സിനെ ഡാൻസ് പഠിപ്പിക്കണതും ഇപ്പോ പ്രിൻസിപ്പളിനെ ആയാലും പഠിപ്പിക്കാൻ അതൊക്കെ എനിക്ക് സാധിച്ചതിൽ അഭിമാനമുണ്ട്. പേഴ്സണലി അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. അവരെന്നെ കൊണ്ടൊക്കെ കളിപ്പിക്കാൻ പറ്റി എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഇതുണ്ട്. അവിടെ നമ്മള് എന്താ പറയാ, മേലധികാരി കീഴില് ജോലി ചെയ്യുന്ന അങ്ങനെയൊന്നും നോക്കുന്നില്ല അല്ലേ? ഇല്ല. അപ്പൊ എനിക്ക് എല്ലാവരും പ്രിൻസിപ്പൾ സിസ്റ്റർമാരായിരുന്നു. സിസ്റ്റർമാർ നടത്തുന്ന സ്കൂളാണ്. അപ്പൊ അവരേനെ അടക്കം ഡാൻസ് കളിപ്പിക്കാൻ പറ്റി എന്നുള്ളൊരു ഇത്. അപ്പൊ അത്രയോ അടുപ്പുള്ളത് കൊണ്ടാണല്ലോ അവരതിനോട് സഹകരിച്ചത്. അങ്ങനെ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പഠിപ്പിച്ചു കൊടുത്തു, അവര് സക്സസ് ആയി ചെയ്തു അല്ലേ? കളിച്ചു. എല്ലാ ടീച്ചേഴ്സും കൂടി കളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ ടീച്ചേഴ്സും. ഏതായിരുന്നു? ബ്ലൂ ഡേ, റെഡ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഇതുണ്ടല്ലോ. അപ്പൊ അതിന് ഈ ക്ലാസ് ഒക്കെ അറേഞ്ച് ചെയ്യണത് എല്ലാ ടീച്ചേഴ്സും കൂടി ഈ ക്ലാസ് ഒക്കെ അറേഞ്ച് ചെയ്യും. ബ്ലൂ ഡേ ആണെങ്കിൽ ഫുള്ള് ബ്ലൂ ഡേയുടെ ഇതാക്കും, പിക്ചേഴ്സ് ഒക്കെ ഒട്ടിച്ച് എല്ലാവരും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഡേ ആണെങ്കിൽ എല്ലാവരും ഫ്രൂട്ട് ഒക്കെ ഒരുമിച്ച് കട്ട് ചെയ്ത് ടീച്ചേഴ്സ് എല്ലാവരും കൂടിയും ഒരുമിച്ച് ഫ്രൂട്ട് ഒക്കെ കട്ട് ചെയ്ത് കുട്ടികൾക്ക് ഫ്രൂട്ടിനെ പറ്റി പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഡേ. അപ്പൊ എല്ലാ ടീച്ചേഴ്സും കൂടി ഒരുമിച്ച് ഇങ്ങനെ നിന്ന് ചെയ്യണ കാണാം. അന്നൊക്കെ ഒരേപോലത്തെ ഡ്രസ്സായിരിക്കും ടീച്ചേഴ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടാവുക. പിള്ളേരെ പോലെ തന്നെ പിള്ളേരുടെ കൂടെ നിന്ന് ഇതൊക്കെ ചെയ്യണ കാണാം. കണ്ടിട്ടുണ്ട്, ഇങ്ങനെ സ്റ്റാറ്റസും അതൊക്കെ ഇട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ട് അല്ലേ? നിങ്ങള് ഈ ഒരു പേജ് ഒന്ന് വായിച്ചു നോക്കട്ടെ, ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം. ഓക്കെ, വായിച്ചത് വിചാരിക്കുന്നു. നമുക്കൊന്ന് നോക്കാം എന്താണ് അവിടെ പറയുന്നത്. മിക്ക ടീച്ചേഴ്സും ഒരു സബ്ജക്റ്റിലേക്കോ ഒരു ക്ലാസ്സിലേക്കോ ആയിരിക്കും ടീച്ചേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുക അല്ലെ? അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂം അല്ലെങ്കിൽ ക്ലാസ് ടീച്ചർ പോസ്റ്റ് അവർക്ക് കൊടുക്കും, അല്ലെങ്കിൽ ഓരോരുത്തർ സബ്ജക്റ്റുകൾ എടുക്കാനായിട്ട് അവർക്ക് കൊടുക്കും. ഓക്കെ, അപ്പോ ടീച്ചറിന്റെ ഫസ്റ്റത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഒരു ക്ലാസ് കൈകാര്യം ചെയ്യുക അല്ലെങ്കിൽ ഒരു സബ്ജക്ട് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഡ്യൂട്ടി. പക്ഷേ ക്ലാസ്സിന് പുറത്തേക്കുമുള്ള ചില കാര്യങ്ങൾ കൂടി ടീച്ചർ ചെയ്യേണ്ടതുണ്ട്. അതിനെയാണ് നമ്മൾ ക്ലാസ് റൂം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ക്ലാസ്സിന് പുറത്ത് ടീച്ചർ ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് എല്ലാ ടീച്ചേഴ്സും ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. കുട്ടികളുടെ അച്ചടക്ക പരിപാലനം എന്ന് നമ്മൾ പറയില്ലേ, നിങ്ങളുടെ ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ടീച്ചർ എന്ത് ചെയ്യണം, അവരുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. നമ്മള് കാണുന്നതാണ് സ്കൂളിന് പുറത്തോട്ടൊക്കെ, അതായത് സ്കൂള് വിട്ട് കഴിഞ്ഞാൽ സ്കൂൾ കോമ്പൗണ്ടിന് പുറത്ത് ഫുട്പാത്തിലൊക്കെ കുട്ടികള് നടന്നു പോകുമ്പോൾ ചില കുട്ടികള് എന്താ പറയാ അന്യോന്യം വഴക്കിടുന്നത് കാണാനായിട്ട് നമുക്ക് സാധിക്കും. സ്കൂള് വിട്ട് കഴിഞ്ഞ് നമ്മൾ കാണുന്ന കാഴ്ചകളാണ്.
ചിലവര് പുറത്തൊക്കെ ഇട്ട് തല്ലുന്നത് കാണാം, ചിലവര് ചീത്ത വാക്കുകൾ ഉപയോഗിക്കുന്നത് കാണാം, ചിലവര് എന്താ പറയാ ആൺകുട്ടികളൊക്കെയാണ് കൂടുതൽ, പെൺകുട്ടികൾ അങ്ങനെ ഇല്ലെന്ന് തോന്നുന്നു. സംസാരങ്ങൾ ഉണ്ടാവാം, പക്ഷെ കൂടുതലും ആൺകുട്ടികളിലാണ് നമ്മളിങ്ങനെ കാണുന്നത്. കോളറിനൊക്കെ കുത്തിപ്പിടിച്ചിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതൊക്കെ കാണാം, ദേഷ്യപ്പെടുന്നതൊക്കെ കാണാം. അപ്പൊ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാല് മറ്റുള്ളവരെ ത്രെട്ടണിങ് ചെയ്ത രീതിയിൽ ഒരു കാഴ്ച ടീച്ചർ കണ്ടു കഴിയുകയാണെങ്കിൽ അവരെ അടുത്ത് വിളിച്ചിട്ട് എന്ത് ചെയ്യാം, ഒന്ന് ഉപദേശിക്കുക, അല്ലെങ്കിൽ അവർക്കൊരു വാണിംഗ് കൊടുക്കുക, ഇങ്ങനെ ചെയ്യാനായിട്ട് പാടുള്ളതല്ല. നമ്മളെപ്പോഴും ക്ലാസ് റൂമിന് അല്ലെങ്കിൽ ക്ലാസ്സിനകത്ത് ആണ് ടീച്ചർ ഇങ്ങനെയുള്ളൊരു കാഴ്ച കാണുന്നതെങ്കിൽ കൂടിയും നമ്മളിത് ചെയ്യാറുണ്ട്. കാരണം ക്ലാസ്സിനകത്ത് ടീച്ചർമാരെ പേടിച്ച് ചിലപ്പോൾ എന്ത് ചെയ്യില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വഴക്കുകളോ മറ്റൊന്നും ഉണ്ടാക്കിയെന്ന് വരുന്ന ഒരു പേടി ഉണ്ടാവും എല്ലാ കുട്ടികൾക്കും. ക്ലാസ് റൂമിന് പുറത്ത് അല്ലെങ്കിൽ സ്കൂളിന്റെ കോമ്പൗണ്ടിന് പുറത്തെത്തുമ്പോഴാണ് അവർക്ക് ആ പേടി മാറുന്നത്, ഭയം ഇല്ലാണ്ടാവും. പിന്നെ തങ്ങളെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നൊരു ഭയം അവിടെ എന്താ പറയാ അവിടെ ഉണ്ടാവില്ല, അവരതൊരു കാര്യമാക്കിയില്ല. എന്നാൽ ഈ കാഴ്ച ടീച്ചർ കാണുമ്പോൾ എന്താ പറയാ ക്ലാസ്സിന് പുറത്താണ് അല്ലെങ്കിൽ സ്കൂൾ സമയം കഴിഞ്ഞു അല്ലെങ്കിൽ സ്കൂൾ കോമ്പൗണ്ടിന് പുറത്താണെന്ന് കരുതി ഒരു മൈൻഡ് ചെയ്യാതെ പോകരുത്. അവരുടെ അടുത്ത് ചെന്നിട്ട് അവരൊന്ന് വിളിച്ച് പതുക്കെ വിളിച്ച് ഒരു വാണിംഗ് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു എന്താ പറയാ അവരൊന്ന് വാൺ ചെയ്യുക, അല്ലെങ്കിൽ പേടിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ വേണമെങ്കിൽ പണിഷ്മെന്റ് കൊടുക്കാവുന്നതാണ്. തല്ലുകൂടൊക്കെയാണോ വഴക്കിടാണോ ഭയങ്കര രീതിയിൽ ത്രെട്ടനിങ് ആവുന്ന രീതിയിൽ എന്താ പറയാ വഴക്ക് പറയുകയോ അല്ലെങ്കിൽ അടിപിടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയോ ചെയ്താല് ചെറിയൊരു പണിഷ്മെന്റ് അവർക്കും കൊടുക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല് ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് വളരെ ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് ചെറിയൊരു അതായത് രഹസ്യമായിട്ട് അവരൊന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ട് വളരെ മിതമായിട്ട് അല്ലെങ്കിൽ വളരെ രഹസ്യമായിട്ട് വേണം വാൺ ചെയ്യാനായിട്ട്. മറ്റാളുകൾ കാണുന്ന രീതിയിൽ അല്ലെങ്കിൽ മറ്റാളുകൾ ശ്രദ്ധിക്കുന്ന രീതിയിൽ ഒരിക്കലും അവർ ഷൗട്ട് ചെയ്യാനായിട്ട് പാടുള്ളതല്ല കേട്ടോ. മറ്റുള്ളവരുടെ മുമ്പില് അവരെ അപമാനിക്കാനായിട്ട് പാടുള്ളതല്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കുട്ടികൾക്ക് എന്ന് പറഞ്ഞാല് കൂടുതലും അവരുടെ എന്താ പറയാ മൈൻഡ് ഭയങ്കര എന്താ പറയാ സോഫ്റ്റ് ആണ് അല്ലെ. അപ്പൊ എന്തെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാല് അവർക്ക് പെട്ടെന്നത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ല. ബട്ട് അവർക്ക് എന്താ പറയാ നമുക്ക് വേണമെങ്കിൽ തനിയൊരു റൂമിലിട്ട് അവരെ തല്ലിയാലും വഴക്ക് പറഞ്ഞാലും അവർക്ക് യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല. പക്ഷെ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ വെച്ച് അവർ ഇൻസൾട്ട് ചെയ്യുകയോ അവരെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് സഹിക്കില്ല. ആ കുട്ടിയുടെ മൈൻഡ് അവിടെ എന്താ പറയാ ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഡെവലപ്മെന്റ് തന്നെ അതിനെ ബാധിക്കും. ആ കുട്ടി ഭയങ്കര വീക്കായിട്ട് വരും. ആ കുട്ടിക്ക് എന്താണ് എല്ലാത്തിലും ഒരു ഒറ്റപ്പെടൽ അനുഭവപ്പെടും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സംഭവത്തിലൂടെയാണ് ഉണ്ടാവുന്നത് കേട്ടോ. നമ്മൾ പണ്ടത്തെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അതായത് നമ്മള് എന്താ പറയുക ഒരു സിനിമ പറയുകയാണെങ്കിൽ സ്ഫടികം എന്ന് പറയുന്ന സിനിമ, അതിനകത്ത് തിലകൻ ചെയ്യുന്ന വേഷം മാത്സിന്റെ മാഷാണ്. അദ്ദേഹത്തിന്റെ മകനാണ് മോഹൻലാല്. അപ്പോ ആ ഒരു സമയത്ത് എന്താ പറയാ രണ്ട് കുട്ടികളുണ്ട്. അതായത് മോഹൻലാൽ ഉണ്ട്, അതുപോലെ തന്നെ വേറൊരു സിദ്ദിഖാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല ഏതാണെന്ന്. നല്ല രീതിയിൽ മാർക്ക് മേടിക്കുന്ന ഒരു കുട്ടി ഉണ്ട് അതിനകത്ത്. അതുപോലെ തന്നെ തീരെ പഠിക്കാത്തതാണ് ഈ ക്യാരക്ടർ നമ്മുടെ ലാലേട്ടൻ ചെയ്യുന്നത്. അപ്പോ ഇത് മാർക്ക് കൂടുതൽ മേടിച്ച കുട്ടിയെ നോക്കിയിട്ടില്ല, അല്ലെങ്കിൽ അവരോട് താരതമ്യം ചെയ്ത് കുട്ടിയെ വഴക്ക് പറയാണ്, ലാലേട്ടനെ വഴക്ക് പറയാണ്. ഇത് കണ്ടില്ലേ അവന് നല്ല രീതിയിൽ മാർക്ക് മേടിക്കുന്നു, ഇനി എന്തിനും കൊള്ളാം, ക്ലാസ് റൂമിന് മൊത്തം നിന്നുകൊണ്ടാണ് എന്ത് ചെയ്യുക ഈ ഒരു ഭാഷ പ്രയോഗിക്കുന്നത്. അപ്പൊ ആ കുട്ടിക്ക് ചെറുപ്പത്തിലേ തുടങ്ങി, ആ ഒരു ക്യാരക്ടറിന് ചെറുപ്പത്തിലേ തുടങ്ങി അതിനോട് എല്ലാത്തിനോടും ഒരു മടുപ്പ്. കുട്ടിക്ക് വേറെ കഴിവ് അതിനകത്തുണ്ട്, ടാലന്റ് വേറെ ഉണ്ട്. പക്ഷെ ആ ടാലന്റ് കാണാതെ ഇതിൽ തന്നെ ആ കുട്ടിയെ സമ്മർദ്ദം ചെലുത്താണ് നന്നായിട്ട് പഠിക്കാൻ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പഠിച്ച് നല്ല രീതിയിൽ മാർക്ക് മേടിച്ചാലാണ് എന്തോ വലിയൊരു സംഭവം എന്ന രീതിയിലാണ് ആ ക്യാരക്ടർ അവിടെ ചെയ്യുന്നത്, തിലകന്റെ ക്യാരക്ടർ ചെയ്യുന്നത്. പക്ഷെ ആ കുട്ടി അത് എന്താ പറയാ ഭയങ്കരമായിട്ട് ആ കുട്ടിയുടെ മനസ്സ് എന്താ പറയാ വിഷമിക്കുകയും പിന്നീട് ആ ക്യാരക്ടർ നാട് വിടുകയാണ് ചെയ്യുന്നത്. പിന്നെ വർഷങ്ങൾക്ക് ശേഷമാണ് തിരിച്ചു വരുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ളൊരു ടെൻഡൻസി, അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ കുട്ടികളെ അപമാനിച്ചാല് അവർക്ക് എത്രത്തോളം വിഷമമാകും, അവരുടെ ഡെവലപ്മെന്റിനെ എത്രത്തോളം ബാധിക്കും എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മള് കുട്ടികളെ നിങ്ങളുടെ വീട്ടിലായാലും കുട്ടികളെ ശാസിക്കുമ്പോൾ, ഇപ്പോ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്താണെങ്കിൽ കൂടി കുട്ടിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകൾ വന്നു കഴിഞ്ഞാല് പരസ്യമായിട്ട് അവരെ ശാസിക്കാനായിട്ട് പാടുള്ളൂ. ഓക്കെ, രഹസ്യമായിട്ടൊന്ന് പറയാ നീ ചെയ്തത് തെറ്റാണ്, പക്ഷെ നീ നല്ല കുട്ടിയാണെന്ന് ഞങ്ങൾക്കറിയാം എന്ന് കൂടി ഒന്ന് പറയാ. നീ എന്തെങ്കിലും ഒരു തെറ്റ് കുട്ടി ചെയ്തെന്ന് വിചാരിക്കുക, ആ തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് അവരൊന്ന് ശാസിക്കുക, എന്നിട്ട് പറയാ നീ ഇപ്പൊ ചെയ്തത് തെറ്റാണ്, പക്ഷെ നീ നല്ല കുട്ടിയാണ്, ഇനി ഇത് ചെയ്തില്ല എന്ന്
ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്ന് കുട്ടിയോട് പറയാം. അപ്പൊ കുട്ടിയുടെ കോൺഫിഡൻസ് അവിടെ കൂടുന്നതാണ്. എന്ത് ചെയ്താലും, അതായത് തെറ്റ് ചെയ്താൽ തിരുത്താനും എന്റെ പാരന്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ എന്നെ പ്രൊമോട്ട് ചെയ്യാനും എനിക്ക് കോൺഫിഡൻസ് തരാനും എന്റെ പാരന്റ്സ് ഉണ്ട് എന്നുള്ളൊരു ചിന്ത കുട്ടിക്ക് അവിടെ ഉണ്ടാവുന്നതാണ്. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ കാണുന്നതാണ് സ്കൂളിന്റെ ടാപ്പിന്റെ ഒക്കെ മുമ്പിലായിട്ട്, അതായത് വാട്ടറൊക്കെ വെക്കുന്ന, അതായത് നമ്മൾ കുടിവെള്ളം എടുക്കാൻ പോകുന്ന സ്ഥലമൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ധാരാളം കുട്ടികൾ വന്നിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ കൂട്ടം കൂടി വന്നിട്ട് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ശബ്ദങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അവരെ എന്താ പറയാ ക്യൂ ആയിട്ട് അല്ലെങ്കിൽ എന്താ പറയാ സൈലൻസ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് ക്ലാസ് റൂമിനുള്ളിലേക്ക് പോകാനായിട്ട് ആജ്ഞ കൊടുക്കുക, ഓർഡർ കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ. ഇപ്പൊ നിങ്ങളെ ഒരു ടീച്ചറായിട്ട്, നിങ്ങളൊരു ടീച്ചറായിട്ട് ചെല്ലാണെന്ന് വിചാരിക്കുക ഒരു സ്കൂളില്, നിങ്ങൾ എന്താ ചെയ്യാ? ഞാൻ ഈ ഫുട്പാത്തിൽ 2 കുട്ടികൾ കിടന്ന് വഴക്കിടുകയാണ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യാ? അവരോട് എന്താ പറയാ നിങ്ങള്? സഹദൂന എന്താ പറയാ? സഹദൂന, കുറെ അങ്ങനെ കുട്ടികൾ അടി കൂടാണെങ്കിൽ അങ്ങനെ അടി കൂടാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ അവരുടെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് ആദ്യം തന്നെ എല്ലാവരും മാറ്റി നിർത്തും. എന്നിട്ട് ചോദിക്കും, ഇവിടെ എന്താ പ്രശ്നം എന്ന് ആദ്യം തന്നെ ചോദിക്കും. എന്നിട്ട് പ്രശ്നം മനസ്സിലാക്കിയതിനു ശേഷം അത് നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി അതിനനുസരിച്ചുള്ള സോൾവിങ് നമ്മൾ അവിടെ കൊടുക്കും. പിള്ളേർക്ക് അതിനുള്ള ഉപദേശങ്ങൾ കൊടുക്കും. ഇനി ഉപദ്രവിക്കരുതെന്ന് പറയും. എന്നിട്ടും പിള്ളേർ കേട്ടില്ലെങ്കിൽ നമ്മൾ പറയും, നമ്മൾ പാരന്റ്സിനെ വിളിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരു പിള്ളേരെ ഒന്ന് കൂളാക്കി വിടും. എല്ലാ പിള്ളേരും നമ്മള് ടീച്ചേഴ്സ് പറയണത് അപ്പൊ കേൾക്കണമെന്നേ ഉള്ളൂ. പിന്നെയും പിള്ളേർ അതന്നെ തുടരും. അപ്പൊ ഒട്ടും കേൾക്കാത്ത പിള്ളേരുടെ അടുത്ത് പാരന്റ്സിനെ അറിയിക്കും എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറയും. ഇപ്പത്തെ പിള്ളേരാണ്, നമ്മൾ പറയുന്നതൊന്നും കേൾക്കൂല. അവര് ഇപ്പൊ നമ്മൾ സോൾവ് ചെയ്തെല്ലാം വിട്ടാലും അവര് വീണ്ടും നമ്മുടെ കണ്ണ് തെറ്റി കഴിഞ്ഞാൽ അപ്പൊ തന്നെ വീണ്ടും തുടങ്ങും ഇതന്നെ അവസ്ഥ. ഓക്കെ ഓക്കെ. അഖില എന്ത് പറയും? അഖില. സർ, ആദ്യം പറഞ്ഞ പോലെ തന്നെ അവിടെ പോയിട്ട് കാര്യം എന്താന്ന് അന്വേഷിച്ച് പിന്നെ എന്താന്നുള്ളത് മനസ്സിലാക്കിയതിനു ശേഷം എന്തായാലും അന്നത്തെ ദിവസം പോയിട്ട് പേരൻസിനെ നമുക്ക് കോണ്ടാക്ട് ഉണ്ടാവുമല്ലോ, അവരുടെ പേരൻസിനെ ഈ വിവരം ഒന്ന് സൂചിപ്പിച്ചു വെക്കും. ഇങ്ങനെ ഉണ്ടായി എന്നുള്ളത് സൂചിപ്പിച്ചു വെക്കും. പക്ഷെ അതിന് കൂടുതൽ പ്രശ്നം ആവാത്ത രീതിയിൽ. എന്നിട്ട് പിറ്റേ ദിവസം ആ കുട്ടീനെ വെറുതെ ഒന്ന് അടുത്ത് വിളിച്ച് വേറെ ആരും കാണാത്ത രീതിയിൽ എന്താന്നുള്ളത് കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ഒന്ന് ഉപദേശിച്ചു, പറഞ്ഞാൽ മനസ്സിലാവുന്നത് പോലെ ഒന്ന് ഉപദേശിച്ചു കൊടുക്കും. എന്റെ ഒരു ഒപ്പീനിയൻ ആണ്, രണ്ട് പിള്ളേർക്ക് ഒരു ഗ്രൂപ്പായിട്ട് അവർ വഴക്കിടുവാണെന്നുണ്ടെങ്കിൽ ആ 2 പേരെ സെപ്പറേറ്റ് മാറ്റി നിർത്തിയിട്ട് 2 പേർക്കും എന്താണോ പറയാനുള്ളത് അത് ആദ്യം കേൾക്കും. 2 പേർക്കും പറയാനുള്ളത് കേട്ടതിന് ശേഷം അപ്പൊ നമുക്ക് ഏകദേശം മനസ്സിലാവുമല്ലോ ആരുടെ അടുത്താണ് പ്രോബ്ലം. 2 പേർക്കും 2 പേരുടേതായ ന്യായങ്ങൾ ഉണ്ടായിരിക്കും. അവർ വഴക്കിട്ടതിന് 2 പേർക്കും 2 പേരുടേതായ റീസൺസ് ഉണ്ടായിരിക്കും. അപ്പൊ അതിൽ നമുക്ക് ഓക്കെ ഇന്നത് ചെറിയൊരു ഇഷ്യൂ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾ ഫ്രണ്ട്സ് അല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ് ആദ്യം അതിനെന്ത് ചെയ്യും, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും. അപ്പൊ കുഞ്ഞു പിള്ളേരാണ്, മാക്സിമം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവുന്നതാണ് ഒരു വിശ്വാസം. അപ്പൊ എന്ത് ചെയ്യും, ആ ഒരു ഇഷ്യൂ അവിടെ വെച്ചിട്ട് അവരെ ഫ്രണ്ട്സ് ആക്കി തന്നെ എന്ത് ചെയ്യും, അത് കോംപ്രമൈസ് ചെയ്തിട്ട് വിടാൻ വേണ്ടി ശ്രമിക്കും. വീണ്ടും റിപ്പീറ്റ് അങ്ങനെ ഒരു ഇഷ്യൂ വരികയാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ പാരന്റ്സിനെ വിളിച്ചിട്ട് ഒരു ഇങ്ങനെ ഒരു ഇഷ്യൂ വരുന്നുണ്ട്, കുഞ്ഞിനൊന്ന് ശ്രദ്ധിക്കണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്നൊരു വാർണിംഗ് കൊടുത്ത് വിടേണ്ട ആവശ്യമുള്ളൂ എന്നാണ് തോന്നണത് കേട്ടോ, ചെറിയൊരു ഇഷ്യൂ ആണെങ്കിൽ മാത്രം. നല്ലതാണ്, നല്ലൊരു ഒപ്പീനിയനാണ് ഫസ്റ്റ് പറഞ്ഞത് കേട്ടോ. അവരിലേക്ക് തന്നെ തോന്നലുണ്ടാക്കുക, അവര് ഫ്രണ്ട്സ് ആണെന്നുള്ള തോന്നലുണ്ടാക്കുക. അപ്പൊ അവർക്ക് തന്നെ മനസ്സിലാവും എന്താണ് ഇനി ചെറിയൊരു വിഷയമല്ലേ, അല്ലെങ്കിൽ അതിന്റെ പേരിൽ നമ്മൾ കടമ്പെടുത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് തോന്നും. കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തീരാവുന്നുള്ളൂ കേട്ടോ പ്രശ്നങ്ങളൊക്കെ. വലിയ കുട്ടികളാവുമ്പോഴാണ്, എന്നാലും അധികം ഇല്ല, അവര് ഡെയിലി കാണുന്ന ഫ്രണ്ട്സ് ആണ്. അപ്പൊ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ തന്നെ അത് 1-2 ദിവസത്തേക്കായിരിക്കും ആ ഒരു പിണക്കമൊക്കെ ഉണ്ടാവുക. അത് കഴിഞ്ഞ് പിന്നെ നോർമൽ ആയിട്ട് അത് മാറുകയും ചെയ്യും. ഓക്കെ. വേറെ ആർക്കെന്തെങ്കിലും പറയാനുണ്ടോ? ഒപ്പീനിയൻ ഗൗരിപ്രിയ. എന്താണ് ഒപ്പീനിയൻ? ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്താ മോള് ചെയ്യാ? ഞാൻ പറയാം, ഇതൊക്കെ സില്ലായി വിട്ടൂടെ, സ്കൂളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ നല്ല ഫ്രണ്ട്സ് ആവും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കും. സ്കൂളിൽ കഴിഞ്ഞാൽ ഒരു ജോക്കായി മാറും എന്നൊക്കെ പറഞ്ഞ് ടീച്ചർ അവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കും. അപ്പൊ
അപ്പൊ ശരിയാവില്ലേ? ആ ശരിയാണ്. അപ്പൊ ശരിയാവും. ഞാൻ പറയട്ടെ, പറഞ്ഞോളൂ ആൽഫിയ, പറഞ്ഞോളൂ. ഞാൻ എന്റെ കുട്ടികൾ ഇവിടെ നെയ്ബേഴ്സ് ആയിട്ട് വഴക്കൂടുമ്പോഴേ എന്റെ കുട്ടിയുടെ അടുത്ത് ഞാൻ പറയുവേ, അങ്ങനെ ചെയ്യുന്നത് ബാഡ് ബോയ്സ് ആണെന്ന് പറയുമ്പോൾ തന്നെ പുള്ളിക്കാരന് വേഗം ഫീൽ ആവും. അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിയുമ്പോൾ പോയി ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് അവൻ കമ്പനി ആവാണ് ആ വഴക്കിട്ട കുട്ടിയായിട്ട്. ഇവിടെ ഫുട്ബോൾ കളിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാവും എന്റെ രണ്ടാമത്തെ കുട്ടി. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് ബാഡ് ബോയ്സ് ആണ് അങ്ങനെ ചെയ്യുന്നത് പറയുമ്പോൾ തന്നെ പുള്ളിക്കാരൻ അത് മനസ്സിലാവും. അപ്പൊ വേഗം പോയി, ഞാൻ സ്പോട്ടിൽ കാണുന്നതാണ്, അവൻ പോയി വേഗം പോയി ഷെയ്ക്ക് ഹാൻഡ് എടുത്തിട്ട് കമ്പനി ആവും. അങ്ങനെ തന്നെയാണ് സാധാരണ കുഞ്ഞു കുട്ടികളോട് അങ്ങനെ പറഞ്ഞ വേഗം മനസ്സിലാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഷേക്ക് ഹാൻഡ് എടുത്തിട്ട് ഫ്രണ്ട്സ് ആണെന്നുള്ള രീതിയിൽ അല്ലേ, കുഴപ്പമൊന്നുമില്ല, നമ്മുടെ പ്രശ്നം സോൾവ് ആയെന്നുള്ള രീതിയിൽ അവരെ ഷേക്ക് ഹാൻഡ് കൊടുത്ത് പ്രശ്നം സോൾവ് ചെയ്യിപ്പിക്കും അല്ലേ? പുള്ളിക്കാരന് വേഗം ഫീൽ ആവും, ബാഡ് ബോയ്സ് ആണ് അങ്ങനെ ചെയ്യുന്നത്, നല്ല കുട്ടികൾ അങ്ങനെ ചെയ്യില്ല എന്ന് പറയുമ്പോൾ തന്നെ അവന് മനസ്സിലാവും വേഗം. മനസ്സിലാവും. മനസ്സിലാവാത്തത് മാത്രം പാരന്റ്സിനോട് നമുക്ക് റിപ്പോർട്ട് ചെയ്താൽ മതിയല്ലോ. ഇനിയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് കൂടുതലായിട്ട് കോംപ്ലിക്കേറ്റഡ് ആവുകയാണെങ്കിൽ പാരന്റ്സുമായിട്ട് ഇൻഫോം ചെയ്യുമെന്ന് പറയും അല്ലേ? പിന്നെ മാം, നമ്മളിപ്പോ ടാപ്പിന്റെ അവിടെ വെച്ചിട്ടുള്ള തിരക്ക് കൂട്ടല് അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ചെറിയ ഒരു പ്രായം, വലിയ കുട്ടികളല്ല, 10ാം ക്ലാസ് 9ാം ക്ലാസ്, ഒത്തിരി മെച്ചൂർഡ് ആയിട്ടുള്ള കുട്ടികളല്ല, ഇടത്തരല്ലേ, 2, 3 അങ്ങനെയുള്ള ക്ലാസ്സുകളിലൊക്കെ ഈ ലൈനായിട്ട് പോകുമ്പോ ഈ ഷൂവ് ഭയങ്കരമായിട്ട് ഈ വരാൻ ഇവിടെ ഇങ്ങനെ ഒരച്ചൊരച്ച് നടക്കുന്ന ഒരു ഇത് കാണുന്നുണ്ട്. ഇതിങ്ങനെ ഒരാള് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് ബോയ്സിനാണ് കൂടുതൽ അത് കണ്ടിട്ടുള്ളത്. ഇങ്ങനെ നമ്മുടെ ചപ്പൽ ഇങ്ങനെ ഒരച്ച് സൗണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു നടത്തം. അപ്പം മറ്റു ഫ്രണ്ടിൽ നടക്കുന്ന ആളുടെ മേത്ത് പോയി ഇടിക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഇപ്പൊ ചില കുട്ടികളിൽ. അപ്പൊ അത് നമ്മള് ടീച്ചേഴ്സ് അങ്ങനെ ലൈനിന്റെ 1-2 ടീച്ചേഴ്സ്, ലൈനിന്റെ ഫസ്റ്റ് ഒരു ടീച്ചർ ഇടയിൽ അങ്ങനെ എന്തെങ്കിലും അസംബ്ലിക്കൊക്കെ പോകുമ്പോ അങ്ങനെയൊക്കെ ആയിട്ടാണ് കൊണ്ടുപോകാറ്. ഇടയില് ലാസ്റ്റ് ഒരു ടീച്ചർ ഉണ്ടാവും, മിഡിലിൽ ഒരു ടീച്ചർ ഉണ്ടാവും, ഫസ്റ്റ് ഒരു ടീച്ചർ ഉണ്ടാവും, അങ്ങനെയായിട്ട്. അപ്പൊ അവര് കുറച്ചൊരു ഇതുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരച്ചൊരച്ച് സൗണ്ട് ഉണ്ടാക്കി ഒരച്ച് ഫ്രണ്ടിൽ പോകുന്ന ആളുടെ മേത്ത് കാലും കൊണ്ട് തട്ടി, അപ്പൊ മറ്റാള് സ്വാഭാവികമായിട്ടും അപ്പുറത്തെ ആളുടെ അടുത്തേക്ക് പോകും. അങ്ങനെയുള്ളൊരു തല്ലുകൂട്ടമൊക്കെ കണ്ടിട്ടുണ്ട്. ബോയ്സിലാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്, ഗേൾസ് അങ്ങനെ അത്ര ഇതുണ്ടാവില്ല. അത് സൗണ്ട്, അപ്പൊ എനിക്ക് കണ്ടിട്ടുള്ള കുട്ടികളുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഒരച്ച് നടക്കുന്നത് ഒരു നല്ല സ്വഭാവമല്ലല്ലോ, ഇങ്ങനെ തറയിൽ നടക്കുമ്പോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 1-2 കുട്ടികളെ എനിക്ക് കണ്ടിട്ട് ഞാൻ പറഞ്ഞിട്ട് അത് മാറ്റിയിട്ടുണ്ട് സ്വഭാവം. അതിലൊരു മാറ്റിയിട്ടുണ്ട്. അപ്പൊ അവൻ കുറച്ച് ഹൈപ്പർ ആക്റ്റീവാ, മീൻസ് ഒരുപാട് സംസാരിക്കും, അങ്ങനെയുള്ള ഒരു കൊച്ചാ. പക്ഷെ അവന് ചില ടീച്ചേഴ്സിനോട് ഒരു പ്രത്യേക സ്നേഹ. പക്ഷെ ആ സബ്ജക്ട് അവൻ ക്ലാസ്സിൽ നിന്നേ പഠിച്ചു വരും, നമുക്കത് വീട്ടിൽ നിന്ന് നോക്കുക പോലും വേണ്ട. അപ്പൊ അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടീച്ചർ അവർക്ക് കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ അറ്റൻഷൻ ഉണ്ടാവും. അവര് എന്താണെന്ന് അറിയത്തില്ല, ആ കൊച്ചിന് ആ ടീച്ചറോട് ഭയങ്കര ഇഷ്ടമായിരിക്കും. സോ ആ ടീച്ചറുടെ വർക്ക് കറക്റ്റായി ചെയ്യണം, ആ ടീച്ചർ പറയുന്നത് കറക്റ്റായി ചെയ്യണം, അങ്ങനെ ഒരു പ്രത്യേക ഒരു മൈൻഡാണ്. എന്നാ എന്റെ കുഞ്ഞിന് സയൻസ് തീരെ ഇഷ്ടമല്ല, EVS എന്നുള്ള സബ്ജക്ട് സയൻസ് സോഷ്യൽ സെപ്പറേറ്റ് ചെയ്തത് കുഞ്ഞിന് ഇഷ്ടമായില്ല. അന്നേരം കുഞ്ഞ് സയൻസ് പഠിക്കുകയല്ല, എന്നോട് പറയാം, എന്തിനു മാം EVS സെപ്പറേറ്റ് ചെയ്തേ, അതുകൊണ്ട് ഞാൻ EVS സയൻസ് പഠിക്കുകയല്ല എന്ന് പറയും. അപ്പോ അവരുടെ ഉള്ളില് അവർക്കൊരു സ്പെഷ്യൽ അറ്റൻഷൻ കിട്ടുന്നുണ്ട്, അവർക്ക് അവിടെ ഒരു സ്പേസ് ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗം നമ്മൾ നോക്കണ്ട. ആ ടീച്ചർ ആണെങ്കിലും അവരമ്മയാണെങ്കിലും അവർ പറയുന്നത് അവർ കറക്റ്റായി ചെയ്തോളും. അത് എന്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണ്. എന്റെ കുഞ്ഞിനെ ഞാൻ ഹിന്ദി പഠിപ്പിക്കണ്ട, മാത്സ് നോക്കണ്ട. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടീച്ചർ അവന്റെ ഫേവറേറ്റ് ടീച്ചറാ. ആ ടീച്ചർ എന്താണോ ചെയ്യുന്നത്, എന്താണോ പറയുന്നത്, അത് അവൻ ചെയ്തോളും. നമ്മൾ ആ ഭാഗം നോക്കുകയേ വേണ്ട. അപ്പൊ പിള്ളേരെന്ന് പറയുമ്പോ അവര് പ്രത്യേക ടൈപ്പാ. അവർക്ക് ഇഷ്ടങ്ങളുണ്ടാവും, അനിഷ്ടങ്ങളുണ്ടാവും. അതൊക്കെ അതാണ് നമ്മൾ ടീച്ചേഴ്സിന്റെ ഒരു കഴിവെന്ന് പറയുന്നത്. ഒരു കൊച്ചിനെ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യാതെ എല്ലാവർക്കും ഒരു സ്പേസ് നമ്മൾ ടീച്ചേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പറയുമ്പോൾ അവരെ കേൾക്കാനുള്ള ഒരു എന്താ പറയാ, അവർ കേൾക്കണം. ഒരു കൊച്ചെന്ന് പറയുമ്പോൾ അവ ഒരുപാട് സംസാരിക്കും, നമുക്ക് സമയം തീരെ ഉണ്ടാവുകയില്ല.
പക്ഷെ ആ സംസാരിക്കുന്നത് കേൾക്കാൻ നമ്മളൊരു ടീച്ചറാണെങ്കിലും ഒരു അമ്മയാണെങ്കിലും ഒരു സമയം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കൊച്ച് എന്ത് പറഞ്ഞാലും അനുസരിക്കും എന്നാണ് തോന്നുന്നത്. അത് ബോയ് ആണെങ്കിലും ഗേൾ ആണെങ്കിലും. ശരിയാണ് ശരിയാണ് ടീച്ചർ. എന്റെ മോനെ ഞാനൊന്ന് പറയട്ടെ. പറഞ്ഞോളൂ. എന്റെ മോനെ LKG പഠിക്കുമ്പോ ഭയങ്കര മടിയായിരുന്നു എഴുതാനും സ്കൂളിൽ പോകാനും പഠിക്കാനും ഒക്കെ ആയിട്ട്. അവന്റെ ടീച്ചർ എപ്പോഴും ഒരു വടിയും കൈ പിടിച്ചിട്ടാണ് നിൽക്കുന്നുണ്ടാവുക. അപ്പൊ ഭയങ്കര പേടിയാ, ടീച്ചറുടെ കയ്യിൽ വടിയുണ്ട്, എനിക്ക് പേടിയാ സ്കൂളിൽ പോകാൻ, അങ്ങനെയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് UKG-ലായപ്പം ആ ടീച്ചർ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ടീച്ചറിനെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ടീച്ചറുടെ കയ്യിൽ വടിയേ ഇല്ല, ടീച്ചർ ഞങ്ങളെ അടിക്കില്ല, അങ്ങനെ ഭയങ്കര ഇഷ്ടം. ഇപ്പൊ നന്നായി എഴുതുകയൊക്കെ ചെയ്യും. എത്ര എഴുതാൻ പറഞ്ഞാലും അവന് മടിയൊന്നുമില്ല, നന്നായി എഴുതും. അങ്ങനെ കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് എഴുതുന്നു അല്ലേ? അതെ. അതുപോലെ മിസ്സേ ചില കുട്ടികളില്ലേ, നമ്മള് മിസ്സുമാര്, എന്റെ മോൻ അങ്ങനെയാണ് കേട്ടോ. അവര് ടീച്ചേഴ്സ് എന്താണോ പറഞ്ഞ അത് മാത്രമേ എടുക്കുള്ളൂ. ഇപ്പൊ ആബ്സെന്റ് ആയിട്ടുള്ള ദിവസങ്ങളിൽ ഞാൻ ഇനി എത്ര പറഞ്ഞു കൊടുത്താലും എന്റെ മിസ് അങ്ങനെയല്ല പറഞ്ഞു തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അത് നമ്മൾ വേറെ ഏത് രീതിയിൽ എളുപ്പ വഴി ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കൊടുത്താലും അതല്ല, മിസ് എന്താണോ പറഞ്ഞ, ടീച്ചർ എന്താണോ പറഞ്ഞ അത് എടുക്കുള്ളൂ. അതുപോലെ ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്ന സമയത്താണെങ്കിലും എനിക്ക് 1 to 10 ആയിരുന്നു ക്ലാസ്സുകൾ ഉണ്ടായിരുന്നത്. അപ്പൊ LKG UKG ആ സമയം അവിടേക്ക് പോകേണ്ട ആവശ്യമില്ല. സബ്സ്റ്റിറ്റ്യൂഷൻ പീരീഡ് കിട്ടുമ്പോൾ മാത്രമാണ് നമ്മൾ അവിടെ പോകുന്നുള്ളൂ. പക്ഷെ നമ്മൾ ആ സ്കൂളില് നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട്. അവരുടെ ചേച്ചിമാരുടെ അടുത്തും ചേട്ടന്മാരുടെ അടുത്തും നമ്മളെ കുറിച്ച് അറിയുന്നുണ്ട്. അവര് പറഞ്ഞിട്ട് നമ്മളെ പറ്റി അറിയുന്നുണ്ട്, നമ്മുടെ പേര് അറിയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സമയത്തൊക്കെ പോകുമ്പോ അവര് കറക്റ്റ് ആയിട്ട് നമ്മുടെ പേര് പറഞ്ഞ് അത്രയും നല്ലൊരു അതായത് അവരങ്ങനെ നമുക്ക് പേടിയെ മാറാം. എനിക്ക് LKG UKG പോകാൻ ഭയങ്കര പേടിയുണ്ടായിരുന്നു. കാരണം അവര് നമ്മൾ പറയുന്നത് എങ്ങനെ എടുക്കാന്നുള്ളത് അറിയാം, ചെറിയ കുഞ്ഞുങ്ങളല്ലേ. പക്ഷെ അത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ മാറ്റി കിട്ടി. അവിടെ പോകുമ്പോ അവരുള്ള ഇങ്ങോട്ട് തിരിച്ച് നമ്മുടെ അടുത്തുള്ള പെരുമാറ്റം എന്നാൽ നമ്മൾ നിൽക്കുന്നതിനനുസരിച്ചാണ്. പക്ഷെ അവരെ പോലെ സ്നേഹിക്കുന്ന മക്കള് വേറെ ആരും ഉണ്ടാവില്ല ആ ഒരു കാറ്റഗറി. ശരിയാണ്, പറഞ്ഞത് ശരിയാണ്. അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഭയങ്കര എന്താ പറയാ, ഭയങ്കര സന്തോഷമായിരിക്കും. ഇപ്പൊ നേരത്തെ ആരാ പറഞ്ഞത്, ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ആ കുട്ടിക്ക് അതിന്റെ മോന് എന്താ പറയാ, ആരായിരുന്നു നേരത്തെ പറഞ്ഞത്, സബ്ജക്റ്റിന്റെ കാര്യം പറഞ്ഞത്, ഹൈപ്പർ ആക്ടിവിറ്റി ആണെന്ന് പറഞ്ഞത് കുട്ടി, ആള് പോയോ? ഓക്കെ. അപ്പോ ഫൗസിയാണെന്ന് തോന്നുന്നില്ല, ഫൗസിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൈപ്പർ ആക്ടിവിറ്റി ആണ് കുട്ടി. അതുപോലെ തന്നെ ആ ടീച്ചറെ ഇഷ്ടമായതുകൊണ്ട് ആ സബ്ജക്റ്റും ആ കുട്ടിക്ക് ഇഷ്ടമാണെന്ന്. നമ്മൾക്കൊക്കെ ചെറുപ്പത്തില് നമ്മള് എന്താ പറയാ, ഒരു റിയാലിറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് നമ്മൾക്ക് ഒരു സബ്ജക്റ്റ് നമ്മൾക്ക് ഇഷ്ടം, അല്ലെങ്കിൽ നമ്മൾ ചെറുപ്പത്തിലേ വളർന്നു വന്നപ്പോൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനോട് നമുക്ക് വല്ലാത്തൊരു വെറുപ്പ് തോന്നിയിട്ടുണ്ടാവും അല്ലെ? മിക്ക കുട്ടികൾക്കും മാത്സിനോടായിരിക്കാം ഒരു എന്താ പറയാ ഭയം, അല്ലെങ്കിൽ ഒരു മടുപ്പ് തോന്നിയിട്ടുണ്ടാവുക. ആ സബ്ജക്റ്റ് നമുക്ക് ഇഷ്ടമല്ലാത്തത് ആ ടീച്ചറെ നമ്മൾക്ക് ഇഷ്ടപ്പെടാനായിട്ടാണ്, അല്ലെങ്കിൽ ആ ടീച്ചറിന്റെ കയ്യിൽ നിന്ന് നമുക്കൊരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടാകാം. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നമ്മളെ ഇൻസൾട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അടിക്കുകയോ അല്ലെങ്കിൽ മോശം വാക്കുകൾ പറയുകയോ ചെയ്തിട്ടുണ്ടാകാം. ആ ഒരു അനുഭവം കൊണ്ടാണ് നമ്മൾക്ക് ആ ടീച്ചറെ അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റിനെ നമ്മൾക്ക് ഇഷ്ടമല്ലാത്തത്. നമുക്ക് ആ സബ്ജക്റ്റിനോടല്ല നമുക്ക് ശരിക്കും പറഞ്ഞാൽ ദേഷ്യം ഉണ്ടാവുന്നുണ്ട് അല്ലെ? അതായത് ആരാണോ അത് പഠിപ്പിക്കുന്നത് അവരുടെ പെരുമാറ്റം അല്ലെങ്കിൽ അവരുടെ നമ്മളോടുള്ള സമീപനം കൊണ്ടാണ് നമ്മൾക്ക് അത് ഇഷ്ടമല്ലാത്തത്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ വളർന്നു വന്നവരല്ലേ, കുറെ ക്ലാസ്സുകൾ കഴിഞ്ഞു വന്നവരല്ലേ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വിഷയം പഠിപ്പിക്കുന്ന ടീച്ചറെ അല്ലെങ്കിൽ ടീച്ചറിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മോശം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ആ സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടാവില്ല. ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടോ മാം? എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് ചെറുപ്പത്തില്. ഇതേപോലെ മാത്സ് പീരീഡ് ഞാൻ 10th-ലാവുമ്പോഴാണെന്ന് തോന്നുന്നു. ആ ടൈമിൽ ഇതേപോലെ ടീച്ചർ ക്ലാസ്സിൽ വന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. തലേദിവസം ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ടീച്ചർ ചോദിച്ചത് ഞാൻ പറഞ്ഞു ടീച്ചർ ഞാൻ വന്നിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ടീച്ചർ എന്റെ ക്ലാസ്സിൽ നിന്ന് പുറത്തു പോയി നിൽക്കുക, ആൻസർ പറയാതെ പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് പുറത്ത് നിർത്തിയിട്ടുണ്ട്. 10ാം ക്ലാസ് സ്റ്റാർട്ടിങ്. ആ നിമിഷം മുതൽ ആ ടീച്ചറെ എനിക്ക് എന്ത് പറഞ്ഞു പിന്നെ എങ്ങനെ മാത്സ് നമ്മൾ നോക്കിയിട്ടും നമുക്ക് കിട്ടില്ല. ആ ഒരു വിഷയത്തിലേക്ക് നമുക്ക് പഠിച്ചെത്താനേ പറ്റില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ഇപ്പൊ എന്റെ മോനും അതേ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു.
അത് വല്ലാത്തൊരു അനുഭവമാണ് മോന്റെ കാര്യം. എന്റെ പിന്നെ ഞാൻ ക്ലാസ്സിൽ പുറത്തു നിന്നു, ഉള്ളിൽ കയറി. പിന്നെ അത് ടീച്ചറുമായിട്ട് അത്ര, പിന്നെ ടീച്ചർക്ക് നമ്മളെ കാണുമ്പോൾ ഒരു വൈരാഗ്യം, അങ്ങനെ ഒരു തോന്നല് നമുക്ക് തോന്നട്ടെ. ഇപ്പൊ ടീച്ചർക്ക് ഉണ്ടാവില്ലായിരിക്കും, നമുക്ക് തോന്നുക. പക്ഷെ എന്റെ മോനുണ്ടായ സംഭവം സ്കൂള് മൊത്തം ഭയങ്കര ഒരു പ്രശ്നമായതാണ്. സയൻസ് ആണ് ടീച്ചർ എടുക്കുന്നത്. ടീച്ചർ ആദ്യമായിട്ടാണ് ഇവരുടെ സ്കൂളിലേക്ക് ഫസ്റ്റ് ജോയിൻ ചെയ്തതാണ്. ഇവൻ 6th പഠിക്കുന്ന സമയത്ത്, ഇപ്പൊ 7th ക്ലാസ് ടീച്ചർ ആയിരുന്നു. ടീച്ചർ വന്നു, ഇവനിങ്ങനെ ഒരു കാര്യം പറഞ്ഞ് അങ്ങ് പറഞ്ഞ് പ്രേരിപ്പിക്കും. അതായത് ഇപ്പൊ നമ്മളൊരു കാര്യം ഉണ്ടെങ്കിൽ അത് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ഞാൻ ചെയ്തു അത് പറഞ്ഞാൽ പിന്നെയും റിപ്പീറ്റ് പറയും. പക്ഷെ ടീച്ചർക്ക് അത് ഇഷ്ടമല്ല അങ്ങനെ പറയുന്നത്. അപ്പൊ ടീച്ചർ ഒരു വട്ടം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ മോൻ ഇങ്ങനെ എന്ത് പറഞ്ഞാലും അത് പറഞ്ഞ റിപ്പീറ്റ് പറഞ്ഞ് ക്ലാസ്സിൽ വെറുപ്പിക്കുകയാണ് എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു, ശരി ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം ടീച്ചറെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇവിടുന്ന് വിളിച്ച് പറയുകയും ചെയ്തു, അങ്ങനെ പറയരുത് മോനെ, അവിടെ പോയിട്ട് നീ അമ്മയുടെ അടുത്ത് പറയണ പോലെ അവിടെ പോയി പറയരുത്, ടീച്ചർമാർക്ക് ചിലപ്പോൾ അത് കേൾക്കാനുള്ള സമയം ഉണ്ടാവില്ലായിരിക്കും, അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുത്തു. പക്ഷെ ഇവന്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്, ഒരു കാര്യം അത് പിന്നീട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷെ ഈ ടീച്ചർ അത് ഭയങ്കര ഒരു ഇഷ്യൂ ആക്കിയിട്ട്, എന്റെ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വന്നിട്ട് ഇവന്റെ സ്കൂൾ അന്വേഷിക്കാൻ വേണ്ടി പോയതായിരുന്നു. അപ്പൊ അന്വേഷിക്കാൻ പോയപ്പോ ഹസ്ബൻഡിന്റെ അടുത്ത് പോയതും പറയാണേ, നിങ്ങളുടെ മകന് വേറെ എന്തോ ഒരു പ്രശ്നമുണ്ട്, അവന് ആദ്യം ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോയിക്കോ, അല്ലാതെ നിങ്ങളുടെ മോൻ ഇത് നേരാവില്ല, അവൻ എന്ത് പറഞ്ഞാലും അത് ന്യായീകരിച്ച് മാറ്റാവുന്ന ഒരു സ്വഭാവമാണ് അവന്, അതുകൊണ്ട് കൗൺസിലിങ്ങിന് കൊണ്ടുപോയിക്കെന്ന് പറഞ്ഞു. ആദ്യമായിട്ട് അച്ഛൻ മകന്റെ സ്കൂളിലേക്ക് ഒന്ന് അവന്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി പോകണം. അപ്പൊ ടീച്ചർ പറയുന്ന കാര്യം എന്താണ്, അച്ഛനാകെ ഡെസ്പായി വീട്ടിൽ വന്ന് എന്നോട് ഒരു സങ്കടം പറച്ചില്ല, എന്താ ഇങ്ങനെ കുട്ടിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞേ എന്താന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് അറിയില്ല, അവൻ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ചിലപ്പോ അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. കുട്ടി പിന്നെ സ്കൂളിൽ പോകാൻ വെറുപ്പായി. അവൻ ആ സയൻസിൽ മാർക്ക് തീരില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. പിന്നെ ക്ലാസ്സിൽ ടീച്ചറെ ക്ലാസ് ഉണ്ടെങ്കിൽ അവന് ഇരിക്കാൻ താല്പര്യമില്ല. ടീച്ചറും അവനായിട്ട് ഏത് സമയം പ്രശ്നം. ടീച്ചർക്ക് എന്നെ ഒരാഴ്ചയിൽ ഒരു 3 വട്ടമൊക്കെ എന്നെ വിളിക്കും, ഇങ്ങനെയാണ് നിങ്ങളുടെ മകൻ പറഞ്ഞത് കേൾക്കുന്നില്ല. എന്നാൽ ടീച്ചർ അത് മാറ്റിയെടുക്കേണ്ട കടമ ടീച്ചർക്ക് ഉണ്ട്, അത് ചെയ്യണേ ഇല്ല ടീച്ചർ. എന്നിട്ട് ഒരു ദിവസം ഞാൻ പോയപ്പോൾ ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്താ ടീച്ചർ എന്റെ മോന് പ്രശ്നം, നിങ്ങൾ കൗൺസിലിങ്ങിന് കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞെന്ന് പറഞ്ഞു, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പൊ ആ ടീച്ചർ പറഞ്ഞു, ഇവനിങ്ങനെ എന്ത് തെറ്റ് ചെയ്താലും അതിനെ ന്യായീകരിച്ചുകൊണ്ട് വരും, ആ തെറ്റാണെന്ന് പറഞ്ഞാലും പിന്നെയും ന്യായീകരിക്കും, എന്തൊരു ന്യായീകരിക്കുകയാണ്, അതെന്ത് സ്വഭാവമാണ്, ക്ലാസ്സിലുള്ളത് മറ്റുള്ള കുട്ടികൾക്ക് ഡിസ്റ്റർബൻസ് ആണെന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരുപാട് എല്ലാ ടീച്ചേഴ്സിന്റെ മുമ്പിൽ വെച്ചിട്ട് എന്നെയും ഹസ്ബൻഡും ഉണ്ട്, കുട്ടി നിന്ന് കരയാൻ തുടങ്ങി. ലാസ്റ്റ് കരച്ചില്. അപ്പൊ വേറെ ടീച്ചേഴ്സ് വന്നു ക്ലാസ്സിൽ, അവര് വേറെ എല്ലാ വിഷയത്തിലും അവന് നല്ല മാർക്കാണ്, 50 ഒരു 45ന്റെ ഉള്ളിൽ എപ്പോഴും മാർക്കുള്ള കുട്ടിയാണ്. പക്ഷെ സയൻസിൽ മാത്രം 20 മാർക്കൊക്കെ ഉള്ളൂ. അപ്പൊ ടീച്ചർ കണ്ടില്ലേ അവന്റെ മാർക്ക് കണ്ടില്ലേ, എങ്ങനെയാണ് ആ കുട്ടിയുടെ പോക്ക്, ഭയങ്കര മോശമാണ്, ഇങ്ങനെ ആയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞു. അപ്പൊ വേറെ ടീച്ചേഴ്സ്, അവനവിടെ ഓൾറെഡി 6 വർഷമായിട്ട് അവിടെ പഠിക്കുന്നുണ്ട്, ഈ ടീച്ചർ പുതിയതായി വന്ന ടീച്ചറാണേ. അപ്പൊ വേറെ ടീച്ചേഴ്സ് വന്നിട്ട് പറഞ്ഞു, ആ ഇഷാന്റെ അമ്മയാണോ എന്താണ് എന്നിട്ട് നമ്മളോട് സംസാരിക്കുമ്പോ ടീച്ചർ മാത്രം മിണ്ടാതെ നിൽക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു, ടീച്ചറെ എന്റെ മോനെ കൗൺസിലിങ്ങിന് കൊണ്ടുപോകണമെന്ന് പറയുന്നു ഈ ടീച്ചർ, സയൻസ് ടീച്ചറെ, എന്താ വേണ്ടേ, ഇവൻ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അത്ര, എന്താ സംഭവം എന്ന് വെച്ചപ്പോ എനിക്ക് സങ്കടം വന്നു പെട്ടെന്ന്. അപ്പൊ ഞാൻ അവിടെ നിന്ന് കരഞ്ഞു പോയപ്പോ വേറെ ടീച്ചേഴ്സ് എല്ലാരും കൂടെ വന്നിട്ട് പറഞ്ഞു, എന്ത് ഇഷാനോ, അവനെപ്പോലെ നല്ലൊരു കുട്ടിയില്ല, അവനെ ഒരു കാര്യം പറഞ്ഞാ റിപ്പീറ്റ്ലി പറഞ്ഞുകൊണ്ടിരിക്കും, അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, അത് നമ്മൾ അവനെ കറക്റ്റ് ആക്കണം, എന്നാ പിന്നെ അവനൊരു പ്രശ്നവും. ഓക്കേടാ ഞാൻ എല്ലാം മനസ്സിലായടാന്ന് ഞങ്ങൾ പറയാം അവന്റെ അടുത്ത്, അങ്ങനെ പറഞ്ഞ അവനൊരു പ്രശ്നം ഉണ്ടാവാറില്ല എന്ന് പറഞ്ഞു മറ്റേ ടീച്ചർമാര്. പക്ഷെ ഈ ടീച്ചർ മാത്രം ഈ കുട്ടീനെ ഇത്രമാത്രം ടോർച്ചർ ചെയ്തിട്ട്, അത് ഇപ്പോഴും ആ കുട്ടിക്ക്, അവൻ ഇപ്പൊ 7th ഇപ്പൊ സയൻസിൽ 45, 46, 47 മാർക്ക് ഉണ്ട് അവന്. എന്നിട്ട് ഇപ്പൊ ഞാൻ ആ ടീച്ചറെ വിളിച്ചു എന്നിട്ട് ചോദിക്കുകയും ചെയ്തു, എന്താണ് ടീച്ചറെ ഇപ്പൊ എന്റെ മോന് 47 മാർക്ക് ഉണ്ടല്ലോ, എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചു. അപ്പൊ അത് കുട്ടി അപ്പൊ മനഃപൂർവ്വം എന്നെ വെറുപ്പിക്കാൻ വേണ്ടി, ഇപ്പോഴും ടീച്ചർ അംഗീകരിക്കുന്നില്ല. BEd കഴിഞ്ഞ ടീച്ചറാണ്. ഇത്രയും ടീച്ചർമാരുടെ ഒരു ക്വാളിറ്റി ഞാൻ പറയുകയാണെ, ഭയങ്കര ഒരു വിഷമമായിരുന്നു ആ ഒരു അനുഭവം. ശരിക്കും പറഞ്ഞ ടീച്ചർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആവാനേ പാടില്ല അല്ലെ. കുട്ടിയുടെ കുറവ് എനിക്ക് തോന്നുന്നില്ല കേട്ടോ, കുട്ടിയുടെ എക്സ്ട്രാ കഴിവാണ് തുടർച്ചയായിട്ട് അങ്ങനെ പറയുന്നത് കേട്ടോ. കുട്ടി ഇപ്പോ വലിയ കോമ്പറ്റീവ് എക്സാമിനൊക്കെ പങ്കെടുക്കുമ്പോൾ, അല്ലെങ്കിൽ എക്സാംസ് ഒക്കെ എഴുതുമ്പോൾ ഒരു കാര്യം അവൻ ഗ്രഹിച്ചെടുക്കുമ്പോൾ അവനെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ് അവിടെ. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഓർമ്മശക്തി കൂടുക ഉണ്ടാവാം. ഒരിക്കലും അതൊരു കുറവായിട്ട് കാണാനായിട്ട് എനിക്ക് തോന്നുന്നില്ല. കുറവായിട്ട്
കാണാനേ തോന്നില്ല. എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അത് കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കും. ഇപ്പൊ മറ്റുള്ളവർക്ക് ചിലപ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ കുട്ടിയുടേതായിട്ടുള്ള രീതിയിൽ അത് വരുമ്പോൾ കുട്ടിയുടെ കഴിവായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എന്താ പേര് മോളുടെ? സസ്വനിന്നോ? വേറെ ടീച്ചർമാര് ശാശ്വനി. ശാശ്വനി എന്നാണ് അല്ലെ? അതാണ് ടീച്ചറിന്റെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് ആണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കുട്ടിയെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസ് ഇപ്പൊ അവരുടെ സ്റ്റാഫ് ഓഫീസ് ചെല്ലുമ്പോൾ പബ്ലിക്കായിട്ടൊക്കെ നിന്ന് അങ്ങനെ പറയാനോ അല്ലെങ്കിൽ പാരന്റ്സിനെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഒന്നും ചെയ്യാനായിട്ട് പാടുള്ളതല്ല ഇപ്പോഴത്തെ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാല്. അവർ ഏതോ ഒരു ട്രഡീഷണൽ മെത്തേഡിൽ ജീവിച്ചു വന്ന ഒരു ടീച്ചർ ആയിരിക്കാം. അതുകൊണ്ടായിരിക്കും ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മോഡല് ഉള്ള ടീച്ചർമാരൊക്കെ ഇല്ലേ, അതുപോലെയുള്ള ടീച്ചർ അല്ലാണ്ട് ആ കുട്ടിക്ക്, കാരണം ബാക്കി എല്ലാത്തിനും ആ കുട്ടിക്ക് മാർക്ക് ഉണ്ട്, ഇതിന് മാത്രം മാർക്ക് കുറവാണെങ്കിൽ അത് ആ കുട്ടിക്ക് അത്രയും ഇതായിട്ടായിരിക്കും ആ ടീച്ചറോടിട്ട് അങ്ങനെ ഉണ്ടാവുക. ടീച്ചറിനെ വലിയൊരു ഫാക്ടർ, നമ്മൾ പഠിപ്പിക്കുന്ന സബ്ജക്റ്റില് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഫാക്ടറാണ്. അതൊരു എന്താ പറയാ, നമ്മൾക്ക് പല കാര്യങ്ങളും അവരെ മോഡലാക്കാനുണ്ട് അല്ലെ. അവരുടെ അപ്പിയറൻസ്, അവരുടെ ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാറുണ്ട് വരുമ്പോഴും. പിന്നെ ചില ടീച്ചേഴ്സ് ആണെങ്കിൽ സബ്ജക്റ്റുകൾ മാത്രം എന്താ പറയാ, ഇപ്പൊ ഒരു വിഷയം, ഇപ്പൊ സോഷ്യൽ ആണ് ഒരു ടീച്ചർ എടുക്കുന്നെങ്കിൽ ചിലപ്പോ പണ്ടത്തെ കാലം മുതലുള്ള ഇപ്പൊ വിപ്ലവങ്ങൾ, അങ്ങനെയുള്ള കലാപങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ടീച്ചർ പറയാ. അതിന്റെ കൂട്ടത്തിൽ കുറച്ച് മോട്ടിവേഷനും കുറച്ച് ചിരി, കളി, അങ്ങനെയുള്ള കാര്യങ്ങൾ കുടിച്ച് അവർക്ക് കൊടുത്തു കഴിഞ്ഞാല് അവരുടേത് ആ ടീച്ചർ എന്ന് പറയുന്ന ഒരു ബെസ്റ്റ് ടീച്ചറായിട്ട് മാറുക അവര് ചെയ്യുക. അവരെ സപ്പോർട്ട് ചെയ്യുക, അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുക, അവരുടെ കാര്യങ്ങൾ അടുത്തറിയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ എപ്പോഴും ആ സബ്ജക്റ്റിൽ നിന്ന് മാത്രം നമ്മൾ ഇതാവരുത്. ഇപ്പൊ നിങ്ങളുടെ ഈ കോഴ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. എന്താണ്, നമ്മൾ ആ ഒരു വിഷയത്തിൽ നിന്നുള്ള മാത്രമല്ല പറയുന്നത്. ഇപ്പൊ ഞാനിപ്പോ ഈ ഒരു കാര്യം പറഞ്ഞപ്പോ എന്തോരം പേരാണ് അവരുടെ എക്സ്പീരിയൻസ് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞത്. ഇപ്പോ ഇവിടെ കുട്ടിയും പറഞ്ഞല്ലോ, കുറെ കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റി. ഒരു ടീച്ചർ എന്ന് പറയുന്നത് മറ്റുള്ളവരെ മനസ്സിലാക്കലാണ് ആദ്യം ചെയ്യേണ്ടത്. കുട്ടികളെ അടുത്തറിയുക, അവരുടെ കഴിവുകൾ എന്താണ്, അവരുടെ കുറവുകൾ എന്താണെന്ന് ആദ്യം തിരിച്ചറിയേണ്ടതാണ് ഒരു ടീച്ചർ ചെയ്യേണ്ടത്. നിങ്ങളിപ്പോ ഒരു ടീച്ചറായിട്ട് ചെന്ന് കഴിഞ്ഞാലും നിങ്ങൾ ഇത് തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരിക്കലും നമ്മൾ കുട്ടികളെ കുറ്റപ്പെടുത്താനോ പബ്ലിക്കായിട്ട്, അവരുടെ പാരന്റ്സിനെ ആയാലും അല്ലെങ്കിൽ കുട്ടികളെ ആയാലും നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, പബ്ലിക്കായിട്ട് കുറ്റപ്പെടുത്താനേ പാടില്ല. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണോ? യെസ് മാം. ഓക്കെ, നമുക്ക് അടുത്തതിലോട്ട് പോകാം. അതുപോലെ തന്നെ നമ്മള് പ്രയറൊക്കെ സ്കൂളിൽ അസംബ്ലി കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ടീച്ചർമാര് ചിലവര് ചെക്ക് ചെയ്യാറുണ്ട്, അല്ല ഓൾറൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യും. ചില കുട്ടികൾ നമുക്കറിയാം പ്രയറിന് പങ്കെടുക്കാനായിട്ട് മടിയുള്ള കുട്ടികളുണ്ട്. വെയിലത്തൊക്കെ നിൽക്കാൻ, അസംബ്ലിയിലൊക്കെ ചെന്ന് നിൽക്കാൻ, പ്രയറൊക്കെ ചൊല്ലാൻ, അല്ലെങ്കിൽ ഫ്ലഡ്ജ് ഒക്കെ പറയാനായിട്ട്, ദേശീയഗാനമൊക്കെ ചൊല്ലാനായിട്ട് മടിയുള്ള കുറച്ച് പിള്ളേരുണ്ട്. അവരെന്ത് ചെയ്യും, ക്ലാസ് റൂമിൽ വന്ന് വിളിച്ചിരിക്കും. ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ബെഞ്ചിന്റെ അടിയിലോ ഡെസ്കിന്റെ അടിയിലൊക്കെ ഒളിച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ എന്ത് ചെയ്യും, ടീച്ചർമാര് വന്ന് അല്ലെങ്കിൽ ടീച്ചേഴ്സ് വന്ന്, ഏതെങ്കിലും ടീച്ചർക്ക് ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ടാവും, അവര് വന്ന് പൊക്കും, എന്നിട്ട് നേരെ അസംബ്ലിയിൽ കൊണ്ടു നിർത്തുന്നത് കാണാം. അതുപോലെ തന്നെ ചില കുട്ടികൾ പറയും എനിക്ക് തലവേദനയാണ്, അല്ലെങ്കിൽ എനിക്ക് വയറുവേദനയാണ്, എനിക്ക് തല കറങ്ങുന്നു അസംബ്ലിയിൽ നിൽക്കാനായിട്ട് പോകുമ്പോൾ. അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ മക്കളായാലും പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ടീച്ചറിന്റെ കോൾ വന്നിട്ടുണ്ടോ? ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ അങ്ങനെ പിള്ളേർ ഇങ്ങനെ കയറി നിന്നിട്ടുണ്ട്. അപ്പൊ ഒരു PT-യുടെ ടീച്ചർ ഉണ്ട്. ആ ടീച്ചർ വടി വെച്ച് നല്ല കീറരും. മറ്റേ സൈഡിലൊരു തിണ്ണയുണ്ട്, ആ തിണ്ണയിലേക്ക് ഈ വെയിലുള്ളതുകൊണ്ട്, നല്ല വെയിലാകുമ്പോ പിള്ളേര് കയറി നിൽക്കും, തലവേദന എടുക്കണ്, പനിയാണെന്നൊക്കെ പറഞ്ഞോണ്ട്. ഈ ടീച്ചർ വന്നിട്ട് ഒരു വടിയും പിടിച്ചോണ്ടും വരും, എന്നിട്ട് നല്ല കീറ അങ്ങോട്ട് തന്നിട്ട് അങ്ങോട്ട് ഇറക്കി വിടും. എന്ത് വേദനയാന്നറിയാം, എനിക്കൊക്കെ കിട്ടിയിട്ടുണ്ട്, ഞാനൊക്കെ ചെന്ന് നിന്നിട്ടുണ്ട്. അങ്ങനെ. ഓക്കെ, അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാനൊരു കാര്യം പറഞ്ഞു, നമുക്ക് ടീച്ചർമാരെ ഇതൊരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. അത് ഞാൻ മറന്നുപോയി, വിട്ടുപോയി പറയാനായിട്ട്. കേൾക്കാൻ റെഡിയാണോ? അതായത് എനിക്ക് മാത്സ് ഇഷ്ടമല്ല, എനിക്ക് മാത്സ് ഇഷ്ടമല്ലാത്ത ഒരാളാണ്. എനിക്ക് മാത്സ് ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം മെയിൻലി ഒരു ടീച്ചറാണ്. ഓക്കെ, അതായത് 4ാം ക്ലാസ് വരെയൊക്കെ ഞാൻ എന്താ പറയാ, ഒരു
അതായത് ഒരു ലൊക്കാലിറ്റിയിൽ തന്നെ 2 സ്കൂളുകളിലായിട്ടാണ് 1 മുതൽ 4 വരെ ഒരു സ്കൂള്, അതിന്റെ തൊട്ടപ്പുറത്തായിട്ട് 5 മുതൽ 7 വരെ ഒരു സ്കൂള്. അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. പള്ളി സ്കൂളാണ് പഠിച്ചത്. അപ്പോ 1 മുതൽ 4 വരെയുള്ള ആ സമയത്ത് നമ്മൾ മാത്സ് ഇങ്ങനെ പഠിച്ച് അതായത് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണല്ലോ അന്ന് ചെയ്യാനുള്ളത്. അത്ര വലിയ സംഭവങ്ങളൊന്നുമല്ല. കൂട്ടാനും കുടിക്കാനും ഹരിക്കാനൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അന്ന് തന്നെ ഇതിനൊരു മടുപ്പുണ്ട്. കാരണം ഭയങ്കര എന്താ പറയാ, നമ്മൾ എഫേർട്ട് എടുക്കണം ഇത് ചെയ്യണമെങ്കിൽ അല്ലേ. അപ്പൊ കുറച്ച് മടുപ്പുണ്ട്. എന്നാലും അത്ര വലിയ പ്രശ്നമില്ല. ടീച്ചർ എന്താ പറയാ, അവിടുത്തെ പ്രിൻസിപ്പളാണ് ഞങ്ങള് മാത്സ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാലും ടീച്ചർ എന്താണ്, അതി വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്, ഒരുവിധം അങ്ങോട്ട് പോകുന്നുണ്ട്. ഞാൻ 4 കഴിഞ്ഞ് 5-ലായി 6-ലായി. 5ഉം വലിയ ബുദ്ധിമുട്ടില്ലാതെ പോയി കേട്ടോ. ഞാൻ 6ാം ക്ലാസ് വന്നു. 6ാം ക്ലാസ് വന്നു. ഒരു ടീച്ചർ, ഒരു മാത്സിന്റെ ഒരു ടീച്ചറാണ്. ടീച്ചർ നല്ല തടിയൊക്കെ ഉള്ള ഒരാളാണ്. അപ്പൊ ടീച്ചർ കാണുമ്പോ തന്നെ ടീച്ചറുടെ പേരും എന്താ പറയാ, ഒരു പേടിപ്പിക്കുന്ന രീതിയിലൊരു പേരാണ് ഉള്ളത് ടീച്ചർക്ക്. അപ്പൊ ടീച്ചർ പഠിപ്പിക്കാനായിട്ട് വന്നു. അപ്പൊ എല്ലാവർക്കും പേടിയാണ്. നല്ലോണം അടിക്കുന്ന ടീച്ചർ എന്നൊക്കെയാണ് സീനിയേഴ്സ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ ഒരു ഭീതിയിൽ എല്ലാവരും ഇരിക്കുകയാണ്. പക്ഷെ ആ ടീച്ചർ വന്നു കഴിഞ്ഞിട്ട് ടീച്ചർക്ക് ഇഷ്ടമുള്ള കുറച്ച് ഗ്രൂപ്പ് ഓഫ് കുട്ടികളുണ്ട്. അവർക്ക് മാത്രമാണ് ടീച്ചർ പ്രയോറിറ്റി കൊടുക്കുക. കാരണം അവര് നന്നായിട്ട് മാത്സ് ചെയ്യും. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങളും ഫസ്റ്റ് ബെഞ്ചിൽ തന്നെ അവരിരുത്തും. സാധാരണ പറഞ്ഞാല് ബെഞ്ചിങ്ങനെ മാറി മാറി വരികയാണ് ചെയ്യുക. ഇപ്പോഴൊക്കെ അങ്ങനെയാണ്, പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. എന്നാലും ഈ ഒരു ടീച്ചറിന്റെ ക്ലാസ്സിൽ മാത്സ് പീരീഡില് ആ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാവില്ല. അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഫ്രണ്ട് ബെഞ്ചിൽ തന്നെയാണ് ടീച്ചർ എടുക്കുക. അപ്പൊ അവർക്ക് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി എന്നുള്ള രീതിയിലാണ് ടീച്ചർ പഠിപ്പിക്കുന്നത്. അപ്പൊ അവര് ഒരു 4-5 പിള്ളേരുണ്ട് പെൺകുട്ടികൾ. അവര് നന്നായിട്ട് മാർക്ക് മേടിക്കുന്നു. എല്ലാ എക്സാമിനും അല്ലെങ്കിൽ ടെസ്റ്റ് പേപ്പറൊക്കെ നടത്തുമ്പോൾ അവര് തന്നെയാണ് മാർക്ക് മേടിക്കുക. അപ്പൊ ഒരു ദിവസം എന്റെ ബർത്ത്ഡേ ആണെന്ന് തോന്നുന്നു, അന്ന് എന്റെ പിറന്നാളായിരുന്നു. പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ പോയതായിരുന്നു. അപ്പോ ഞാനിരുന്ന് മാത്സ് ഇങ്ങനെ ചെയ്യാണ്. അപ്പൊ ബോർഡിൽ എഴുതിപ്പിക്കുകയാണ്. ബോർഡിൽ നമ്മളെ കൊണ്ട് പോയി എഴുതിപ്പിക്കും. ഓരോ മാത്സ് പ്രോബ്ലംസ് എന്ത് ചെയ്യും, ഒരു കാര്യം പറഞ്ഞതിന് ശേഷം ആ പ്രോബ്ലംസ് നമ്മളെ ചെയ്യിപ്പിക്കാനായിട്ട് ബോർഡിൽ നമ്മളെ വിളിക്കും. അപ്പൊ കിടുകിടാ നമ്മൾ കിടന്ന് വിറയ്ക്കും. കാരണം ഓരോരുത്തരുടെ ഊഴാണ്, ആരെയാണ് എപ്പോഴാണ് വിളിക്കുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഏത് സമയം നമ്മൾക്ക് വിളി വരാം. കിടുകിട വിറക്കാണ് കിടന്ന്. എന്നെ വിളിക്കല്ലേ എന്നായിരിക്കും എല്ലാവരും കിടന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾക്കും അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോ എന്നെ വിളിച്ചൊന്നുമില്ല, പകരം ഞാൻ മാത്സ് ഇങ്ങനെ പ്രോബ്ലം ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. അപ്പൊ എനിക്കറിയാം എനിക്കിത് അറിയില്ല, ഇത് തെറ്റാണ് ഞാൻ എഴുതുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ടീച്ചർ എന്റെ അടുത്ത് വന്നിട്ട് നോക്കി. അപ്പോ പുള്ളി അന്നേരം ഒന്നും പറഞ്ഞില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ബോർഡിന്റെ അവിടേക്ക് പോയി. എന്നിട്ട് ആ പുള്ളി കാര്യം, അതായത് ഡസ്റ്റർ ഉണ്ടല്ലോ നമ്മുടെ ഇത് മായ്ക്കുന്ന, അത് വെച്ചിട്ട് എന്നെ ഒരൊറ്റേറ് എന്റെ തലയ്ക്ക് വന്ന് കൊണ്ടു. നല്ല കട്ടിയുള്ള ഡസ്റ്റർ ആയിരുന്നു കേട്ടോ. നല്ലോണം തല വേദനിച്ചു. അന്ന് അവര് എന്നെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്തു. അത് എറിയ മാത്രമല്ല ചെയ്തത്, കൂടാതെ എന്തിനാണ് വരുന്നത്, മാത്സ് പഠിക്കാനല്ലെങ്കിൽ തിലകൻ പറഞ്ഞ പോലെ മാത്സ് പഠിക്കാനല്ലെങ്കിൽ ഭൂഗോളത്തിന്റെ സ്പന്ദനം കണക്കിലാണ് ഇരിക്കുന്നത് അല്ലെ, അങ്ങനെയാണ് അയാൾ പറഞ്ഞത് അല്ലെ. അതുപോലെ തന്നെ ടീച്ചർ പറയാണ് മാത്സ് പഠിക്കാനല്ലെങ്കിൽ പിന്നെ നീ എന്തിനാണ് ഇവിടെ വരുന്നത്, ഒരുങ്ങിക്കെട്ടി, അങ്ങനെ എന്നോട് ചോദിച്ചു. അന്ന് മുതല് മാത്സ് എന്ന് പറയുന്ന സാധനം എങ്ങനെയോ ജയിച്ചു പോന്നു എന്നല്ലാതെ മാത്സ് എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റിനെ എനിക്ക് ഇപ്പോഴും ഇഷ്ടമല്ല. ഓക്കെ, പക്ഷെ എന്റെ മോൻ നേരെ ഓപ്പോസിറ്റ് ആണ്. എന്റെ മോന് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നത് മാത്സിനാണ്. സോഷ്യൽ സബ്ജക്റ്റിനൊക്കെയാണ്, അല്ലെങ്കിൽ സയൻസ് സോഷ്യൽ ടെക് സബ്ജക്റ്റിന് അവന് കുറച്ചെങ്കിലും എന്താ പറയാ, കുറച്ചെങ്കിലും മാർക്ക് ഇത്തിരി കുറവ് കിട്ടുന്നത്. എന്നാലും അപ്പൊ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ദൈവം എന്റെ മക്കളും അല്ലെങ്കിൽ എന്റെ കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോഴും അവർക്കും ഇങ്ങനെയുള്ള പേടിയും കാര്യങ്ങളും മാത്സിനോട് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നുമില്ല. കുട്ടിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നത് മാത്സിനാണ്. കാരണം അവന് ചെറുപ്പത്തിലെ തന്നെ അവന്റെ ക്ലാസ് ടീച്ചർ ആയിട്ട് വന്നിട്ടുള്ളത് മാത്സ് ടീച്ചറാണ്. നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ്. അതായത് LKG മുതൽ ഇപ്പോൾ 6ലാണ് പഠിക്കുന്നത്. 6ാം ക്ലാസ് വരെ ആ ഓരോ ക്ലാസ് ടീച്ചറും വന്നിട്ടുള്ളത് മാത്സാണ്. അപ്പൊ കുട്ടി എന്നോട് പറയും, അമ്മേ എനിക്ക് എപ്പോഴും ക്ലാസ് ടീച്ചറായിട്ട് വരുന്നത് മാത്സ് ടീച്ചറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് മാത്സ്, എനിക്ക് മാത്സ് ഇല്ലാതെ പറ്റില്ല, മാത്സ് ആണ് എന്റെ ജീവിതം. അപ്പൊ മാത്സിൽ ക്വിസും കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവും. അന്നൊക്കെ പങ്കെടുക്കും, നല്ല ഇതിൽ മാർക്ക് ചെയ്യും, പുറത്തോട്ടൊക്കെ പോയി മത്സരിക്കും. അപ്പോ അന്നാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ ടീച്ചർ എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറാണ്. അത് പഠിപ്പിക്കുന്ന ടീച്ചർ. നമ്മൾക്ക് ഒരു വിഷയത്തിനോട് വെറുപ്പുണ്ടാവുന്നുണ്ടെങ്കിൽ ആ ടീച്ചർ അതിനകത്ത് പങ്കിട്ടെന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ. എന്റെ ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ,
Then നമുക്ക് നേരെ ഇതിനടുത്തോട്ട് വരാം. അസംബ്ലിയിലെ കാര്യമാണ് പറഞ്ഞത്. അസംബ്ലി നടക്കുമ്പോൾ ഇതുപോലെ എന്താ പറയാ വയറുവേദനയാണ് അല്ലെങ്കിൽ തലവേദനയാണെന്നൊക്കെ പറഞ്ഞ് മടി പിടിച്ചിരിക്കുന്ന കുട്ടികളുണ്ട്. അപ്പൊ അവരെ ഓടിച്ചിട്ടൊന്ന് പിടിച്ച് അവർ അസംബ്ലിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇതുപോലുള്ള PT ടീച്ചർമാരുണ്ടാവും. അവരുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ നല്ല തല്ല് കിട്ടും അല്ലെ. അതുപോലെ തന്നെ ഗേറ്റിന്റെ മുമ്പില്, അതായത് ബെല്ലടിക്കുന്നതിന് മുമ്പില്, സെക്കൻഡ് ബെല്ലൊക്കെ അടിക്കുന്നതിന് മുമ്പായിട്ട് കുട്ടികൾ നിർബന്ധമായിട്ടും സ്കൂൾ കോമ്പൗണ്ടിന്റെ അകത്ത് കടന്നിരിക്കണം അല്ലെ. ബൈക്ക് വരുന്ന കുട്ടികൾ ചോദ്യം ചെയ്യും, ക്വസ്റ്റ്യനിങ് ഉണ്ടാവും, എന്താണ് വൈകിയത്. അത് അവരെ കുറ്റം പറയാനായിട്ട് പറ്റില്ല കേട്ടോ. സ്കൂളിന്റെ ഡിസിപ്ലിന്റെ ഭാഗമായിട്ടാണ് അത് നടത്തുന്നത്. കുട്ടികൾ സ്കൂളിൽ വീട്ടിൽ നിന്ന് നേരെയാണോ ഡയറക്റ്റ് ആയിട്ടാണോ സ്കൂളിലേക്ക് വരുന്നത്? എവിടെയെങ്കിലും വഴിക്ക് വെച്ച് അവരെവിടെയെങ്കിലും ഏതെങ്കിലും ഷോപ്പിൽ കയറുന്നുണ്ടോ, എന്തെങ്കിലും വാങ്ങിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ സ്കൂള് വിട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവര് ഡയറക്റ്റ് ആയിട്ട് വീട്ടിലേക്ക് തന്നെയാണോ പോകുന്നതെന്നൊക്കെ സ്കൂൾ ഡിസിപ്ലിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ സ്കൂൾ ഗേറ്റിന് മുമ്പിൽ എപ്പോഴും ടീച്ചർ വാച്ചിങ് ഒബ്സർവ് ചെയ്യും. ഒരാള് അല്ലെങ്കിൽ PT ടീച്ചർ ആയിരിക്കും വന്ന് നിൽക്കുക, വടി എടുത്തിട്ട് വന്ന് നിൽക്കും. എന്നിട്ട് വൈകി വരുന്ന കുട്ടികൾക്ക് എന്തായാലും അവരോട് ചോദിക്കും. പ്രിൻസിപ്പൽ ഓഫീസിലെ പ്രിൻസിപ്പൾ ചെന്ന് കാണാനൊക്കെ പറയും, വാണിംഗ് കൊടുക്കും അവർക്ക്. ഇപ്പൊ സ്കൂളിന്റെ സാധാരണ ടൈം എന്നൊക്കെ പറയുന്നത് പല പല ടൈമുകളാണ്. ഇപ്പൊ CBSE സ്കൂളുകൾക്കും സ്റ്റേറ്റ് സിലബസ് സ്കൂളുകൾക്കും ഉള്ളത് പല ടൈമിംഗ് ആണ്. ചിലവർക്ക് അതായത് നമ്മുടെ സ്റ്റേറ്റ് സ്കൂളൊക്കെ ആണെങ്കിൽ 9-10 മണി തുടങ്ങി 4 മണി വരെയാണ് ടൈം എന്ന് പറയുന്നത്. 9:45 സെക്കൻഡ് ബെൽ അടിക്കും. അതിനുള്ളിൽ കുട്ടികൾ എന്ത് ചെയ്തിരിക്കണം? കോമ്പൗണ്ടിനുള്ളിൽ കടന്നിരിക്കണം. ഇനി പാരന്റ്സുമായിട്ട് വരുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് കുറച്ച് പ്രയോറിറ്റി ഉണ്ട്. കാരണം പാരന്റ്സിന്റെ കൂടെയാണ് വരുന്നത് അല്ലെ. അപ്പൊ അവരെ വിശ്വസിക്കാം, കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും അവർ ചിലപ്പോൾ വൈകിട്ടുണ്ടാവാന്ന് അവർക്ക് അറിയാനായിട്ട് പറ്റും. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഈ അസംബ്ലി ഒക്കെ നടക്കുമ്പോൾ എന്താ പറയാ വാഷ്റൂമിൽ അല്ലെങ്കിൽ ബാത്റൂമിലൊക്കെ ടോയ്ലറ്റിലൊക്കെ പോകുന്ന കുട്ടികളുണ്ട്. അവിടെ കുളിച്ചിരിക്കും. അതുപോലെ തന്നെ അതിനകത്ത് പങ്കെടുക്കാൻ മടി കൊണ്ട് അങ്ങോട്ടൊക്കെ പോവാ ഒരു ടെൻഡൻസി ഉണ്ട്, അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. അങ്ങനെയൊക്കെ പറയുന്ന ധാരാളം കുട്ടികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി എന്താണ് ഇവിടെ പറയുന്നേ? അതുപോലെ തന്നെ ലഞ്ച് ഒരു കോമൺ പ്ലേസിലായിരിക്കും നമ്മൾ എപ്പോഴും ലഞ്ച് കഴിക്കേണ്ടത്. ലഞ്ചൊക്കെ ഇപ്പൊ സ്കൂളിൽ നിന്നൊക്കെ ലഞ്ചൊക്കെ സ്കൂളിൽ നിന്ന് കഴിക്കുന്ന കുട്ടികൾ ഉണ്ടാവും. ഇതൊരു ഓർഡർ ആയിട്ട് വേണം നമ്മൾ കഴിക്കാനായിട്ട്. നമ്മളിപ്പോ ഭക്ഷണം സ്റ്റേറ്റ് സ്കൂളിലൊക്കെ ആണെങ്കിൽ നമ്മള് അവിടെ എല്ലാ ഭക്ഷണങ്ങളും കാര്യങ്ങളും ഉണ്ട് അല്ലെ. മുമ്പത്തെ പോലെയല്ല. മുമ്പൊക്കെ നമ്മള് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴെന്ന് പറഞ്ഞാല് കഞ്ഞിയും ചെറുപയറൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്തൊരു ഇതാണല്ലേ. അവരുടെ മീൽ എന്ന് പറഞ്ഞാല് ചോറുണ്ടാവും, ഒരു ഒഴിച്ചുകറി ഉണ്ടാവും, ഒരു തോരൻ ഉണ്ടാവും അല്ലെ. പിന്നെ അതുപോലെ തന്നെ വീക്കിലി അവർക്ക് പാലുണ്ടാവും, മുട്ടയുണ്ടാവും, പഴം ഉണ്ടാവും അല്ലെ. നമുക്കത് കിട്ടിയിട്ടുണ്ടോ പിള്ളേരെ? നമുക്ക് കിട്ടിയിട്ടുണ്ടോ അങ്ങനെ? ഇല്ല അല്ലെ. നമുക്ക് എന്താ കിട്ടിയത്? ചോറും ചെറുപയറും ഉണ്ടാവും. അതില് മിളകൊന്നും ഉണ്ടാവില്ല, ഉപ്പൊന്നും ഉണ്ടാവില്ല. അങ്ങനെ പക്ഷെ നമ്മളൊക്കെ അത് കഴിച്ചിട്ടുണ്ടോ വരെയൊക്കെ? നമ്മള് വീട്ടിൽ നല്ല കൂടുതലും ചോറ് കൊണ്ടുപോവാ അല്ലെ. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. ഞാൻ കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഉച്ചക്കലേക്ക് പേരെ ചോറ് ഇവിടുന്ന് കൊണ്ടുപോയിട്ട് അവിടുത്തെ ചോറ് കഴിക്കും. പിന്നെ ഞാനൊക്കെ പഠിക്കുമ്പോ കഞ്ഞി വാങ്ങിയവർക്ക് മാത്രമേ അരി കൊടുക്കുള്ളൂ. ഓണത്തിനൊക്കെ അരി കൊടുക്കലുണ്ടായിരുന്നു. ഓണത്തിനൊക്കെ എപ്പോഴും എല്ലായിടത്തും അരി കൊടുക്കലുണ്ട്. ഉച്ചക്കലേക്ക് പേര് കൊടുത്തവർക്കാണ് അരി കിട്ടുക. അന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ ശരിക്കും പറഞ്ഞാല് നമ്മൾക്ക് എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇപ്പോഴത്തെ സ്കൂളിലെ ഫുഡൊക്കെ. എന്ത് ടേസ്റ്റ് ആണ് അവര് ഫുഡ് ഉണ്ടാക്കുന്നത്. അംഗൻവാടിയിലും അങ്ങനെയാണ്. ആഴ്ചയിൽ ഒരു ദിവസം ബിരിയാണി ഉണ്ട്, സാമ്പാർ, ഉപ്പേരി, ഒരു സദ്യ തന്നെയാണ്. ദിവസം സദ്യ പോലെയാണ്. തന്നെയാണ് എല്ലാ വിഭവങ്ങളും ഉണ്ട്. അപ്പൊ ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാല് ഭാഗ്യവതികളും ഭാഗ്യവാന്മാരുമാണെന്ന് ഞാൻ പറയും. അപ്പൊ ഇപ്പൊ മീൽ ടൈമിൽ അല്ലെങ്കിൽ ലഞ്ച് ടൈമിൽ ഒരു ഓർഡർ ആയിട്ട് കുട്ടികളെ ഒരു ഓർഡർ ആയിട്ട് ഇരുത്തി ഭക്ഷണം കഴിപ്പിക്കുക. അതുപോലെ തന്നെ ആ ഭക്ഷണം കഴിച്ചതിന് ശേഷം അവിടെ നിന്ന് ക്ലീൻ ചെയ്യാനൊക്കെ പറഞ്ഞു കൊടുക്കുക. ടേബിൾ മാനേഴ്സ് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുക. അതായത് ചില കുട്ടികള് എന്താ പറയാ ചിലർക്ക് അതറിയില്ലായിരിക്കും. അപ്പൊ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്, സ്ലോ ആയിട്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത്, നന്നായിട്ട് ചവച്ചരച്ച് വേണം നമ്മൾ വിഴുങ്ങാനായിട്ട്, അല്ലെങ്കിൽ ശരിക്കും ഡൈജസ്റ്റ് ആകില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കണം. പിന്നെ മിസ് ഞങ്ങളവിടെ കുട്ടികളുടെ ഒപ്പം ക്ലാസ്സിൽ ഇരുന്നിട്ടായിരുന്നു ടീച്ചേഴ്സ് ക്ലാസ് ടീച്ചേഴ്സ് അവിടെ ഒപ്പം ഇരുന്നിട്ടാണ് കഴിക്കേണ്ടായിരുന്നത്. നമ്മൾ സാധാരണ സ്റ്റാഫ് റൂമിൽ ഇരുന്നിട്ട്
വട്ടം കൂടിയിട്ട് ടീച്ചേഴ്സ് കഴിക്കുകയല്ലേ, പിള്ളേര് വേറെ ക്ലാസ് റൂമിൽ ഇരുന്നത്, ക്ലാസ് ടീച്ചേഴ്സ് അവരുടെ ക്ലാസ്സിൽ ഇരുന്നിട്ട് കഴിക്കുക, പിള്ളേരുടെ ഒപ്പം കഴിക്കുക. എനിക്ക് തോന്നുന്നു ടീച്ചർമാരും ചോറൊന്നും കൊണ്ടുവരാറില്ലെന്ന് തോന്നുന്നു അല്ലെ, ഇങ്ങനെയുള്ള സ്കൂളുകളില് ടീച്ചേഴ്സിനും കൂടുതലും അങ്ങനെ കണ്ടിട്ടില്ല. അതെ അതെ, അവരും അതിൽ നിന്ന് കഴിക്കുക, ആ ഫുഡൊക്കെ അവര് കഴിക്കുക ചെയ്യുക. അപ്പൊ കുട്ടികൾ എന്ത് ചെയ്യുക, ടേബിൾ മാനേഴ്സും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് കൊടുക്കാവുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ഇത്രയും മതി. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ മൺഡേ നമുക്ക് ഇതിന്റെ കണ്ടിന്യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്തോട്ടെ. താങ്ക് യു ടീച്ചർ. താങ്ക് യു മാം. താങ്ക് യു. നന്നായിട്ട് വായിച്ചു നോക്കാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു മാം. കേട്ടില്ലല്ലോ. ആ പറഞ്ഞോ. അല്ല, എന്താ പറഞ്ഞ കേട്ടില്ല, ലാസ്റ്റ് പറഞ്ഞത് കേട്ടില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാന്നാ പറഞ്ഞത്. നമുക്ക് മൺഡേ കാണാം. ഇല്ല മൺഡേ നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗം എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മിസ്.